സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യമേ ഇവിടെ ഉള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ എങ്ങനെ വർദ്ധിപ്പിക്കുന്നു, അതായത് നമ്മളുടെ പണം സ്റ്റോക്ക് മാർക്കറ്റിലൂടെ എങ്ങനെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടെ മാനദണ്ഡമായിട്ടുള്ളത്. ആ ഒരു കാര്യത്തിൽ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ പണം വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രയത്നത്തിൽ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ നമ്മൾ ഓരോരുത്തരും മാസ്റ്റേഴ്സ് ആവുക, അതല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലെജൻഡ് ആയിട്ട് മാറണം എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു കോഴ്സിന്റെ ലക്ഷ്യം. ഓരോരുത്തരും സ്റ്റോക്ക് മാർക്കറ്റിലൂടെ പണം സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഓരോരുത്തരും ലെജൻഡ് ആയിട്ട് മാറണം എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിന്റെ പ്രധാന ഉദ്ദേശം. അവിടെ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കോഴ്സിന്റെ സിലബസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ നമ്മളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കേണ്ടത്, പണം ഉണ്ടാക്കേണ്ടത്, അതിനെ സഹായിക്കുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സിന്റെ സിലബസ് റെഡിയാക്കിയിരിക്കുന്നത്. ഈ സിലബസ് ഒരുപക്ഷെ എല്ലാവർക്കും ഒരുപോലെ അംഗീകരിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, ഇഷ്ടപ്പെട്ടോളണമെന്നില്ല, അതുപോലെ തന്നെ തൃപ്തി ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷെ ഇവിടെ ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളായിരിക്കും ഇതിനകത്ത്. റിസൾട്ട് ഉണ്ടാവും, കൃത്യമായിട്ട് ഫോളോ ചെയ്ത റിസൾട്ട് ഉണ്ടാവും. ഇവിടെ പരമാവധി നമ്മളുടെ ഒരു എന്താ പറയുന്നത്, വെള്ളം ചേർക്കലുകൾ പരമാവധി കുറയ്ക്കുക. ഈ സിസ്റ്റത്തിനകത്ത് വെള്ളം ചേർക്കലുകൾ പരമാവധി കുറച്ചുകൊണ്ട് കൃത്യമായിട്ട് ഡിസിപ്ലിനോട് കൂടി ഫോളോ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ഇതുവരെ ശീലിച്ച കാര്യങ്ങളായിരിക്കില്ല ഇതിനകത്ത് സിസ്റ്റമായിട്ട് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ആ ശീലത്തിനെ ഒന്ന് നമ്മൾ മാറ്റേണ്ടി വരും. അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ഫോളോ ചെയ്യുന്ന ശീലങ്ങളെ മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. ആ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നത് നമുക്കൊരു ഗ്രോത്തിന് വേണ്ടിയിട്ട്, ഒരു ഫിനാൻഷ്യൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ആ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ ബുദ്ധിമുട്ടിനെ അംഗീകരിക്കേണ്ടി വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ശരിയോ തെറ്റോ എൻ്റെ സിസ്റ്റത്തിന്, അതല്ലെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങൾക്ക് അനുകൂലമാണോ എന്നുള്ളതൊന്നല്ല. നമ്മളുടെ ഈ സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം മനസ്സ് തുറന്ന് നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ പഠിക്കാൻ പോകുന്ന, ഈ സിലബസ് അവസാനിക്കുന്നത് വരെ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മാർക്കറ്റിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ബോധ്യമാകും. ആ ബോധ്യമായി കഴിഞ്ഞാൽ ഫോളോ ചെയ്യാനുള്ള മനസ്സുണ്ടാവണം, അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഉണ്ടായിരിക്കണം. പലപ്പോഴും നമ്മളെ സംബന്ധിച്ചോളം ഈ സിസ്റ്റം വയലേറ്റ് ചെയ്യൽ ഒരു സിസ്റ്റമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സിസ്റ്റം വയലേറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് പലരുടെയും കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം റിസൾട്ട് എന്താണോ ഈ ഒരു കോഴ്സ് കൊണ്ട്, അല്ലെങ്കിൽ ഈ പഠിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് എന്താണോ നമ്മൾ ഫൈനലി റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അത് കിട്ടുമോ എന്ന് നോക്കുക. അത് കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റെല്ലാം മറന്ന്, നമ്മളുടെ താല്പര്യങ്ങളും നമ്മളുടെ ഇഷ്ടങ്ങളും നമ്മുടെ ഇതെല്ലാം മറന്നുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് അതിനെ ഫോളോ ചെയ്യുക. കാരണം നമുക്ക് ആവശ്യം ഒന്ന് മാത്രം, പണം ഉണ്ടാക്കുക, സമ്പത്ത് വർദ്ധിപ്പിക്കുക. അതിന് ഈ ഒരു നമ്മൾ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി, സിസ്റ്റം, മെത്തേഡ് കൃത്യമായിട്ട് നമ്മൾ സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓരോ ദിവസവും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആരംഭിക്കുന്ന സെക്ഷൻ മുതൽ അവസാനിക്കുന്ന സെഷനിലേക്ക് എത്തുമ്പോൾ പലതും നമ്മളുടെ മൈൻഡിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവും. അത് ഒഴിവാക്കാനായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആവണമെങ്കിൽ 80% എൻ്റെ എഫേർട്ടും 80% എഫേർട്ടും ഫുട്ബോളിലായിരിക്കണം, ഞാൻ പരിശീലനത്തിലായിരിക്കണം ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്. അതുപോലെ ഞാൻ നല്ലൊരു ഓട്ടക്കാരനാകണം എന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ എൻ്റെ 80% എഫേർട്ടും അല്ലെങ്കിൽ പ്രാക്ടീസും ഞാൻ ചെയ്യേണ്ടത് ഓട്ട മത്സരത്തിലാണ്. ബാക്കിയുള്ള സ്പോർട്സ് ഐറ്റംസിലോ നമ്മുടെ മറ്റു കാര്യത്തിലൊന്നും അല്ല. എവിടെയാണോ റിസൾട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് വേണ്ടത് അവിടെ ആയിരിക്കണം എൻ്റെ എഫേർട്ടിൻ്റെ 80% നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും, വീണ്ടും പറയുന്നു, സ്റ്റോക്ക് മാർക്കറ്റ്, ഓപ്ഷൻ മാർക്കറ്റ് അല്ല, ഡെറിവേറ്റീവ്സ് മാർക്കറ്റ് മാത്രമല്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം ഉണ്ടാക്കുക, സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിന്റെ ഉദ്ദേശം. അത് കൃത്യമായിട്ട് ഈ പറയുന്ന സിസ്റ്റം ഫോളോ ചെയ്താൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ബേസിക് ലെവൽ വരുന്നുണ്ട്. അത് ഈ ഒരു ഈവനിങ് ക്ലാസിന്റെ ഭാഗമായിട്ട് നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണ് ബേസിക് ലെവൽ എന്നുള്ളത്. അത് വളരെ നല്ല രീതിയിൽ രഹീസ് ഡോക്ടർ രാവിലത്തെ ക്ലാസ്സിന്റെ പറഞ്ഞു പോകുന്നുണ്ട്. ബേസിക് ഈവൻ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന മുതൽ എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, എന്താണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് നമുക്കൊരു സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും പല രീതിയിൽ, അത് ഇക്വിറ്റിയിലാവട്ടെ, ഇൻട്രാഡേ ആവട്ടെ, അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിംഗ് അഥവാ ഷോർട്ട് ടൈം ട്രേഡിങ്ങിനാവട്ടെ, ഇൻവെസ്റ്റ്മെന്റിനാവട്ടെ. ഇനി ഈ സ്റ്റോക്കിനേക്കാൾ ഉപരി നമുക്ക്
ഡെറിവേറ്റീവ്സ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റിലാണെങ്കിലും ശരി, ഇതൊക്കെ എല്ലാം എന്താണെന്നും എങ്ങനെയാണ് ഇതിനകത്തൊക്കെ നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യേണ്ടതൊക്കെ നമ്മുടെ പ്ലാറ്റ്ഫോം വരെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്ന രാവിലത്തെ ബേസിക് ക്ലാസ് നമുക്കുണ്ട്. അപ്പോൾ ബേസിക് ക്ലാസ്സിൽ ഹൗ ടു ബൈ ആൻഡ് സെല്ല് വരെയുള്ള കാര്യങ്ങൾ നമുക്കുണ്ട്. എങ്ങനെ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ്, അതിപ്പോൾ ഓപ്ഷനിലാവട്ടെ ഇക്വിറ്റിയിലാവട്ടെ, എങ്ങനെ ബൈ ചെയ്യണം, എങ്ങനെ എക്സിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക്കിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അത്രയും കാര്യങ്ങൾ ബേസിക്. കാരണം ബേസിക് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള അറിവുകളിലൂടെ കടന്നുപോയി നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് വരെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇരിക്കുന്നു. അടുത്ത സ്റ്റേജ് മുതലാണ് നമ്മുടെ ഈവനിങ് ക്ലാസ്സിലേക്ക് വരുന്നത്. അത് മണി മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് പണം ഉണ്ടാക്കുക, സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ ഈ മണി ക്രിയേഷൻ, അതായത് വെൽത്ത് ക്രിയേഷൻ, മണി മേക്കിംഗ്, വെൽത്ത് ക്രിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ സൊസൈറ്റിയിലേക്ക് മുഴുവൻ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, നമുക്ക് ചുറ്റും നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഒരുപാട് ആളുകൾ ഈ പണത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ കുറെ പേര്, വളരെ കുറച്ച് പേര് അല്ലെങ്കിൽ കുറെ പേര് ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. മണി മേക്കിംഗ് അഥവാ വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നത് അതൊരു സ്കില്ലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പക്ഷേ സ്കില്ല് എന്ന് പറഞ്ഞാൽ ആരുടെയും കുത്തകയായിട്ടുള്ള സ്കില്ലൊന്നുമില്ല. ആർജിച്ചെടുക്കാവുന്ന, മനസ്സ് വെച്ചാൽ പരിശ്രമിച്ചാൽ ഏതൊരു വ്യക്തിക്കും ആർജിച്ചെടുക്കാവുന്ന ഒരു സ്കില്ലാണ് മണി മേക്കിംഗ് അഥവാ വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്ന സ്കില്ല്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഈ വെൽത്ത് ക്രിയേഷൻ അഥവാ മണി മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു മണി മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മണി മൈൻഡ് സെറ്റ്. കാരണം നമുക്കറിയാം, മനോഭാവമാണ് നമ്മളുടെ എല്ലാമായിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ മണി മൈൻഡ് സെറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കുന്നത്. കാരണം ഇവിടെ പണമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാം നടക്കുന്നത്. പണമില്ലാത്തവന് സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു കാര്യമില്ല. പണമില്ലാത്തവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 രൂപ ഉള്ളവനും സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇത് 1000 കോടി ഉള്ളവനും സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ പണം ചെറുതോ വലുതോ എന്നുള്ളതല്ല, പണമുള്ളവന് മാത്രമുള്ള മേഖലയാണ്. പണമില്ലാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ 100 രൂപ വെച്ചിട്ട് 1000 രൂപ 10000 രൂപ എത്രയാണെങ്കിലും ക്യാപിറ്റൽ മണി ഇല്ലാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം. അപ്പൊ പണമുള്ളവന്, അളവ് ചെറുതോ വലുതോ എന്നുള്ളതല്ല, പണമുള്ളവന് മാത്രമുള്ള ഒരു മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അതിന്റെ അളവ് ചെറുതോ വലുതോ ഉള്ള. അപ്പോൾ ഈ പണം ഉണ്ടാക്കാനും അത് വളർത്താനുമായിട്ട് നമുക്ക് മണി മൈൻഡ് സെറ്റ് അത്യാവശ്യമാണ്. കാരണം മണി മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ പണം എന്നുള്ള സാധനം നമ്മളോടൊപ്പം നിലനിൽക്കുള്ളൂ. കാരണം നമ്മളുടെയൊക്കെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്നതാണ് പണം. എന്ത് ആഗ്രഹങ്ങളും, ഒരു 90% ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആവശ്യങ്ങളും നേടിയെടുക്കാൻ നേടിയെടുക്കാൻ നമ്മുടെ കയ്യിൽ പണം കൂടിയേ തീരൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലക്ഷ്യമിടുന്ന ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ എടുത്തു നോക്കുക. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മാത്രമല്ല, ആവശ്യങ്ങളാണെങ്കിൽ പോലും എടുത്തു നോക്കിയാൽ മതി. ഇതിൽ 90%-ലധികം കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് പണം ചെലവഴിച്ചേ മതിയാകൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ പണം ചെലവഴിച്ചേ മതിയാകൂ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നേടാൻ. അപ്പൊ നമുക്ക് മറ്റൊരു രീതിയിലും കൂടെ ചിന്തിക്കാം. നമുക്ക് എന്തുമാത്രം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടോ, അത്രയധികം സ്വപ്നങ്ങളൊക്കെ നേടണമെങ്കിൽ അത്രയധികം പണം ഉണ്ടാക്കിയേ പറ്റൂ. അപ്പോൾ പണം എത്രത്തോളം ഉണ്ടാക്കുന്നു അത്രത്തോളം നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് പണം ഉണ്ടാക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും. നിയമാനുസൃതമായിട്ട് നമ്മുടെ ലോകത്തിലേക്ക് എടുത്തു നോക്കുമ്പോൾ, നമ്മുടെ രാജ്യത്തിലേക്ക് എടുത്തു നോക്കുമ്പോൾ നിയമാനുസൃതമായിട്ട് അൺലിമിറ്റഡ് ആയിട്ട് വലിയ രീതിയിൽ പണം ഉണ്ടാക്കാൻ സാധിക്കുന്ന അപൂർവം മേഖലകളിൽ ഒന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അപൂർവ മേഖലകളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല മേഖലകളുണ്ട്. അത് ആ മേഖലകൾക്കനുസരിച്ചുള്ള കഴിവും കാഴ്ചപ്പാടും ഉള്ളവർക്ക് അവിടെ സക്സസ് ആകാൻ പറ്റും. പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരാൾക്കും ഇറങ്ങിത്തിരിക്കാവുന്ന മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഇവിടെ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഗവൺമെന്റ് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല, ഫ്യൂച്ചറിൽ കൊണ്ടുവന്നുകൂടായിരുന്നില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഏതൊരു ഇന്ത്യൻ പൗരനും വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതിലൂടെ പണം ഉണ്ടാക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും പറ്റുന്ന രീതിയിലാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്. വലിയ രീതിയിൽ പണം ഉണ്ടാക്കുന്ന മറ്റു മേഖലകളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ അവിടെയൊക്കെ അതിൻ്റെതായ ചില നിയന്ത്രണങ്ങളും ചില കാര്യങ്ങളൊക്കെ നമുക്കൊരു ബാരിയർ ആയിട്ട് നിൽക്കും. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ അങ്ങനെയൊന്നുമില്ല. അപ്പൊ നിയമാനുസൃതമായിട്ട് വലിയ രീതിയിൽ പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല. അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് നമുക്കറിയാം, എല്ലാവർക്കും ഒരേ അവസരം, ഒരേ വില, ഒരേ കയറ്റിറക്ക സാധ്യത, ഒരേ നിയമങ്ങൾ, ഒരേ രീതിയിൽ. ആരോടും മാർക്കറ്റ് ഒരു പക്ഷാഭേദവും കാണിക്കുന്നില്ല. നമുക്കറിയാം, ആരോടും മാർക്കറ്റ് ഒരു പക്ഷാഭേദവും കാണിക്കുന്നില്ല. അങ്ങനെയുള്ള ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ
പണം ഉണ്ടാക്കാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും വളരെ സിമ്പിൾ, എളുപ്പമാണ് മറ്റു മേഖലയെ അപേക്ഷിച്ചോളം. കാരണം ഇവിടെ നമ്മളുടെ മുമ്പിലുള്ളത് ആകെ 2-3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഒരു സ്റ്റോക്ക് ആവട്ടെ, ഇൻഡെക്സ് ആവട്ടെ, ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി എവിടെ വാങ്ങണം, എവിടെ വിൽക്കണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. മറ്റ് ബിസിനസ്സിലേക്ക് പോയാൽ അങ്ങനെയൊന്നുമല്ല. നമുക്കറിയാം, ഇപ്പോൾ എറണാകുളത്ത് ഒരു വലിയൊരു ബിസിനസ്സുകാരനുണ്ട്. നിങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ ന്യൂസുകളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. വലിയ വലിയ വാഹനങ്ങളൊക്കെ വാങ്ങി കോടികളുടെ ടേൺ ഓവർ നടക്കുന്ന ഒരു IT കമ്പനിയുള്ള ഒരു ബിസിനസ്സുകാരൻ, ഇവിടെ കാക്കനാടുള്ള ഒരു വ്യക്തിയെ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രൊഫഷനിൽ അദ്ദേഹം എത്രയോ രീതിയിലുള്ള സമ്പത്ത് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കോമ്പറ്റീഷൻ, മറ്റു കാര്യങ്ങൾ, അങ്ങനെ കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതിനിടയ്ക്കൊക്കെ അദ്ദേഹത്തിന്റെ പ്രൊഫഷന്റെ പ്രത്യേകത കൊണ്ട് മാത്രം നല്ല രീതിയിൽ പണം ഉണ്ടാക്കുന്നു. പക്ഷെ അദ്ദേഹം ഒരു പണം ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ എന്തൊക്കെ ഏരിയയിലായിരിക്കും അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക, എന്തൊക്കെ ഏരിയയിലായിരിക്കും അദ്ദേഹത്തിന്റെ അറ്റൻഷൻ വേണ്ടി വന്നിട്ടുണ്ടാവുക, എന്തൊക്കെ ഏരിയയിലായിരിക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനം വേണ്ടി വന്നിട്ടുണ്ടാവുക. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചോളം ആകെ ഉള്ളത് നമുക്ക് വാങ്ങുക വിൽക്കുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ. പല ഇൻസ്ട്രുമെന്റ് വാങ്ങുക വിൽക്കുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ. ഇവിടെ ആകെ നമുക്കുള്ളത്, നമുക്ക് ചെയ്യാനുള്ളത്, നമ്മുടെ കൺട്രോളിലുള്ളത് ഏത് ഡയറക്ഷനിലേക്കാണ് ഇൻഡെക്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്, എവിടെ വാങ്ങണം, എവിടെ വിൽക്കണം. ഈ മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ വലിയ രീതിയിൽ എക്സ്പെർട്ട് ആവുക, അല്ലെങ്കിൽ വലിയ രീതിയിൽ നമുക്ക് ഈ 3 കാര്യങ്ങളിൽ നമ്മൾ എത്രത്തോളം ലെജൻസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആകുന്നോ അത്രത്തോളം, എക്സ്പീരിയൻസ് ഉള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ലാത്തതാണ് ശരിക്കും, എത്രത്തോളം നമ്മൾ സക്സസ് ആകുന്നോ അത്രത്തോളം നമുക്ക് പണം ഉണ്ടാക്കാൻ ഇവിടെ സാധിക്കും. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി എന്തുകൊണ്ട് മണി മൈൻഡ് സെറ്റ് എന്നുള്ള കാര്യത്തിലേക്ക് വരുമ്പോഴാണ്, സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള ഇപ്പം നമ്മുടെ ഈ കോഴ്സിലുള്ളവരാണെങ്കിൽ തരും, ഈ ഇരിക്കുന്ന 45 പേരിലുള്ളവരാണെങ്കിൽ പോലും ഒരേ അളവിൽ ക്യാപിറ്റൽ യൂസ് ചെയ്യാം, ഒരേ അറിവുള്ള ആൾക്കാരാണ്, ഒരേപോലെ കഴിവും എക്സ്പീരിയൻസും ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഒരേ അറിവുള്ള, പോലെ കഴിവുള്ള, എക്സ്പീരിയൻസ് ഉള്ള, ഒരേപോലെ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്ന എല്ലാവരും ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയാണെങ്കിൽ പോലും എൻട്രി ചിലപ്പോൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം ബേസ് ചെയ്തിട്ട് ഒരേ സ്ഥലത്തായിരിക്കും എൻട്രി എടുക്കുന്നത്. പക്ഷേ അതിന്റെ എക്സിറ്റ് ചെയ്യുന്നത് സിസ്റ്റം അവിടെ കിടക്കും. ബാക്കിയെല്ലാം നമ്മളുടെ ഇമോഷൻ അനുസരിച്ച്, നമ്മുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് നമ്മൾ ഡിസിഷൻ എടുക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, എപ്പോഴും ഒരു ട്രേഡ്, ഒരേ അവസരം കണ്ടെത്തിക്കൊണ്ട് ഒരേ ടൈപ്പ്, ഒരേ അളവിലുള്ള ക്വാണ്ടിറ്റിയാണ് വാങ്ങുന്നതെങ്കിൽ പോലും എല്ലാവർക്കും കിട്ടുന്നത് വ്യത്യസ്തമായിട്ടുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. ഇതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ അറിവോ കാഴ്ചപ്പാടോ എക്സ്പീരിയൻസോ ഒന്നുമല്ല, മണി മൈൻഡ് സെറ്റ്. അതായത് നമ്മൾ ഒരു എൻട്രി എടുത്താൽ ആ എൻട്രി എടുക്കുന്ന നിമിഷം മുതൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് കാണുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഒരു ട്രേഡിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസിനനുസരിച്ചാണ് നമ്മളുടെ ഡിസിഷൻസ് വരുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മളുടെ ഡിസിഷൻ വരുന്നത്, എക്സിറ്റ് എന്ന ഡിസിഷൻ വരുന്നത്. എൻട്രി എന്ന ഡിസിഷൻ ഒരിക്കലും പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്കറിയില്ല. എൻട്രി എടുത്താൽ പ്രോഫിറ്റിലാണോ ലോസിലാണോ അവസാനിക്കാൻ നമുക്കറിയില്ല. പക്ഷേ എൻട്രി നമ്മളൊരു പ്രതീക്ഷയോടുകൂടി എൻട്രി എടുക്കുന്നു. ആ പ്രതീക്ഷ എൻട്രി എടുക്കുന്നതോടുകൂടി അവസാനിക്കുകയും ആ എൻട്രി എടുത്തതിന് ശേഷമുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റ് അനുസരിച്ച് ഇതിൽ വരുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ബേസ് ചെയ്തിട്ട് ഈ പണം കൈകാര്യം ചെയ്യാനുള്ള, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൈകാര്യം ചെയ്യാനുള്ള നമ്മളുടെ മൈൻഡ് സെറ്റിന്റെ ശേഷി അനുസരിച്ച് നമുക്കുള്ള പ്രോഫിറ്റും ലോസും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നമ്മൾ ബുക്ക് ചെയ്യുന്ന, നമ്മൾ എൻജോയ് ചെയ്യുന്ന പ്രോഫിറ്റും ലോസും ഈ പണം കൈകാര്യം ചെയ്യുന്നതിനുള്ള, ഈ ലാഭനഷ്ടങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള മൈൻഡ് സെറ്റും സ്കില്ലും അനുസരിച്ച് ഓരോരുത്തർക്കും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഒന്നുകൂടെ പറയുന്നു, ഒരേ അവസരം, ഒരേ വില, ഒരേ കയറ്റിറക്ക സാധ്യത, ഒരേ നിയമങ്ങൾ, അതുപോലെ തന്നെ ഒരേ ക്യാപിറ്റൽ യൂസ് ചെയ്താലും, ഒരേ സ്ഥലത്ത് എൻട്രി എടുത്താലും, ഒരേ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താലും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വ്യത്യാസം വരാനുള്ള പ്രധാന കാരണം ഈ മണി, പണത്തിന്റെ ലാഭനഷ്ടങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലും അതുപോലെ തന്നെ അതിനുള്ള മൈൻഡ് സെറ്റും ഈ എക്സ്പീരിയൻസ് അല്ല, എക്സ്പെർട്ടൈസ് അഥവാ വൈദഗ്ധ്യവുമാണ് ഈ എത്ര ലോസ് എത്ര പ്രോഫിറ്റ് എന്നുള്ളത് നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഒരൊറ്റ ലക്ഷ്യമാണ് പണം ഉണ്ടാക്കുക, സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് ലോകത്തിൽ ഏതൊരു മേഖലയിലും മണി മേക്കിംഗ് സംഭവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വെൽത്ത് ക്രിയേഷൻ സംഭവിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് മണി മൈൻഡ് സെറ്റ് വേണം. അതോടൊപ്പം തന്നെ ഏതൊരു തൊഴിലിലാണോ, ഏതൊരു പ്രൊഫഷനിലാണോ, മണി മേക്കിങ്ങിനായിട്ട് നമ്മൾ ഏതൊരു മേഖലയിലാണോ ഇടപഴകുന്നത് ആ മേഖലയിൽ വൈദഗ്ധ്യവും വേണം. ഈ 2 കാര്യങ്ങളാണ് മണി മേക്കിങ്ങിന്റെ ബേസിക് എന്ന് പറയുന്നത്. ബേസിക് മണി മേക്കിംഗ് അഥവാ വെൽത്ത് ക്രിയേഷന്റെ ബേസിക് എന്ന് പറയുന്നത്, ഏത് മേഖലയിലാണോ നമ്മൾ മണി മേക്കിങ്ങിനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത് ആ മേഖലയിലുള്ള വൈദഗ്ധ്യം, ആ മണി മേക്കിംഗ് സ്കില്ലും അതുപോലെ തന്നെ നമുക്ക് മണി മൈൻഡ് സെറ്റും, ഈ 2ഉം കൂടി ചേരുമ്പോൾ അൺലിമിറ്റഡ് മണി മേക്കിങ്ങിനുള്ള സാധ്യത നമ്മുടെ മുമ്പിൽ തുറന്നു വരുന്നു. അത് സ്റ്റോക്ക് മാർക്കറ്റിലെ അതുപോലെ തന്നെ
അറിവ് കഴിവ് എക്സ്പീരിയൻസ് ഒക്കെ ഒരു സൈഡിലേക്ക് മാറി നിൽക്കും. അറിവും കഴിവും എക്സ്പീരിയൻസ് ഒക്കെ ഒരു സൈഡിലേക്ക് മാറി നിൽക്കും. നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ലോകത്ത് അറിവുള്ള കഴിവുള്ള എക്സ്പീരിയൻസ് ഉള്ളവർ പലരും പല മേഖലയിലും പരാജയപ്പെട്ടു പോകുന്നത് നമ്മൾ കണ്ട. അറിവുള്ള കഴിവുള്ള എക്സ്പീരിയൻസ് ഉള്ള പലരും പല മേഖലകളിലും പരാജയപ്പെട്ടു പോകുമ്പോൾ അറിവ് കുറഞ്ഞ എക്സ്പീരിയൻസ് ഇല്ലാത്ത അതുപോലെ തന്നെ അനുകൂല സാഹചര്യം ഇല്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത പലരും വലിയ രീതിയിൽ സക്സസ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. വലിയ രീതിയിൽ സക്സസ് ആവുന്ന വെച്ചാൽ ഏതൊരു ബിസിനസ്സുകാരന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇപ്പോഴും ഇംഗ്ലീഷ് കൂട്ടി വായിക്കാൻ അറിയാത്തൊരു വ്യക്തിയാണ്. പക്ഷെ ഏകദേശം 3000 കോടി രൂപയ്ക്ക് മുകളിൽ ആസ്തിയുള്ള ഒരു കമ്പനിയുടെ ഓണറാണ്. ഇപ്പോഴും നമുക്കറിയാം ഈ ഡെന്റൽ കെയർ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു മൂവാറ്റുപുഴയുള്ള ഒരു പ്രസ്ഥാനമുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോഴും കാര്യമായിട്ടുള്ള വിദ്യാഭ്യാസമില്ല. പക്ഷെ വലിയ എനിക്ക് തോന്നുന്നു ഒരു 5000 കോടി 6000 കോടി രൂപയുടെ പ്രസ്ഥാനമാണ് പുള്ളിയുടെ ബിസിനസ്സുള്ളത്. ഇപ്പോഴും എഴുതാനും വായിക്കാനും വ്യക്തമായിട്ട് അറിയാത്തൊരു വ്യക്തിയാണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തൊരു വ്യക്തിയാണ്. ഈ ഡെന്റിസ്റ്റുകൾക്കൊക്കെ അറിയാവുന്നതാണ് ഡെന്റൽ കെയർ എന്ന് അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ ഓണർ. അപ്പോൾ അറിവോ കഴിവോ എക്സ്പീരിയൻസോ വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് ഈ മണി മേക്കിംഗ് സ്കില്ലും മണി മൈൻഡ് സെറ്റും നമ്മളെ പണം ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ മൈൻഡ് സെറ്റും മണി മൈൻഡ് സെറ്റും, അതായത് നേരത്തെ പറഞ്ഞു പണം ഉണ്ടാക്കാനുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് നമുക്ക് സ്കിൽ, അത് നമ്മൾ പഠിക്കാൻ പോകുന്നു. സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പണം ഉണ്ടാക്കാനുള്ള സ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നു. മണി മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. മണി മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്താലേ ഈ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും പണം ഉണ്ടാക്കാനും ആ പണം വർദ്ധിപ്പിക്കാനും കഴിയുള്ളൂ. അതല്ലെങ്കിൽ സാധാരണക്കാരെ പോലുള്ള സാധാരണ ഏണിംഗ് എബിലിറ്റി മാത്രമായിട്ട് പോകും. സാധാരണ ഏണിംഗ് എബിലിറ്റി ഉള്ളവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ സാധാരണ രീതിയിൽ സക്സസ് ആവാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിനപ്പുറത്തേക്കുള്ളൊരു മണി മൈൻഡ് സെറ്റോടുകൂടി ഏണിംഗ് എബിലിറ്റി, നമുക്ക് ആ പണം വർദ്ധിപ്പിക്കാനുള്ള മൈൻഡ് സെറ്റും കൂടെ വർദ്ധിപ്പിക്കുമ്പോഴാണ്, വളർന്നു വരുമ്പോഴാണ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് പ്രോഫിറ്റും ലോസും മീൻസ് വലിയ രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുക. കാരണം അതിലേക്ക് വരുന്നു. അപ്പോൾ മൈൻഡ് സെറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളുടെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം കേട്ടിട്ടുള്ളതാണെങ്കിലും എത്രയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണെങ്കിലും ശരി, ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു സംശയവും വേണ്ട. റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിൽ പാറ പോലെ ഉറയ്ക്കുന്ന ലെവലിലേക്ക് വരുന്നത് വരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മൈൻഡ് സെറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം മൈൻഡ് സെറ്റ് എന്താണെന്ന്. നമ്മളുടെ കഴിഞ്ഞ കാല ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും അവസ്ഥകളിലൂടെയൊക്കെ നമ്മളിൽ രൂപപ്പെട്ടിരിക്കുന്ന കഴിഞ്ഞ കാലങ്ങളിലൂടെ, അതായത് ഇന്ന് ഈ നിമിഷം വരെ നമ്മൾ ജനിച്ച കാലം മുതലല്ല, ശരിക്ക് നമ്മൾ ഗർഭാവസ്ഥയിൽ ഇരുന്ന കാലം മുതൽ ഈ നിമിഷം വരെ നമ്മളുടെ ജീവിതത്തിലൂടെ കടന്നു വന്ന അനുഭവങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും അവസ്ഥകളിലൂടെയും കടന്നു വന്ന അല്ലെങ്കിൽ നമ്മളിൽ രൂപപ്പെട്ടിരിക്കുന്ന ചിന്താരീതികളെയും കാഴ്ചപ്പാടുകളെയാണ് മൈൻഡ് സെറ്റ് അഥവാ മനോഭാവം എന്ന് പറയുന്നത്. ഒരു അല്പം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എക്സാമ്പിൾ എടുത്തുകൊണ്ട് പറയാം. അതായത് മൈൻഡ് സെറ്റ്, അതായത് ചിന്താരീതികളും മനോഭാവങ്ങളുമാണ് ശരിക്കും നമ്മളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. കാഴ്ചപ്പാടുകളും ചിന്താരീതികളുമാണ് മനോഭാവം അഥവാ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് പറയാം. ഇപ്പോൾ ഒരു റോഡ് ആക്സിഡന്റ് നടക്കുന്നു. ഒത്തിരി വലിയതല്ലാത്ത ഒരു ചെറിയ ഒരു ആവറേജ് രീതിയിലുള്ള റോഡ് ആക്സിഡന്റ് നടക്കുന്നു. ആ റോഡ് ആക്സിഡന്റ് നടക്കുന്ന സ്ഥലത്ത് കുറെ അധികം ആളുകൾ കൂട്ടം കൂടിയിരിക്കുന്നതൊക്കെയാണ്. ഈ ആക്സിഡന്റിനെ പല രീതിയിലായിരിക്കും ഈ കൂടി നിൽക്കുന്ന ആളുകൾ കാണുന്നത്. ഒരു ഡോക്ടറാണ് അവിടെ വന്നിരിക്കുന്നെങ്കിൽ, ഒരു ഡോക്ടർ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ആ ആക്സിഡന്റിൽ പെട്ടിരിക്കുന്ന ആളുകളുടെ ആരോഗ്യപരമായിട്ടുള്ള ജീവന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. ഒരു പോലീസുകാരനോ അതല്ലെങ്കിൽ ഒരു അതുപോലത്തെ ഒരു ജോലി ആളാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള വഴികൾ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളിലേക്കായിരിക്കും നോക്കുന്നത്. ഒരു സാധാരണ അതല്ലെങ്കിൽ ഒരു എല്ലാവരും അടച്ചു പറയുന്നതല്ല, ഈ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ പിള്ളേരുടെ എല്ലാവരും അല്ല ചിലരുടെ ഒക്കെ ഉണ്ട്, അവരതിനെ ഒരു എൻജോയ് ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും. അതായത് ആക്സിഡന്റ് എൻജോയ് ചെയ്യാന്നല്ലേ പറഞ്ഞ് ആ ഒരു ചുറ്റുപാടിനെ ഒരു ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കൊടുത്തുകൊണ്ട് അങ്ങനത്തെ രീതിയിൽ സമീപിക്കുന്ന ആളുകളുണ്ടാവും. മറ്റൊരു പ്രൊഫഷനിൽ ഏർപ്പെടുന്ന ഒരാളാണെങ്കിൽ ആ പ്രൊഫഷനും അതുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നൊക്കെ വരും. അതായത് അവിടെ കൂടി നിൽക്കുന്ന ഒരു 10 പേരെ സംബന്ധിച്ചിടത്തോളം 10 പേരുടെ മുൻകാല അനുഭവങ്ങൾ, അവരുടെ തൊഴിലുമായിട്ട്
കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും, ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും, മുൻകാല അനുഭവങ്ങളിലൂടെയും ഉള്ള അവരിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചപ്പാടുകളും ചിന്താരീതികളും അനുസരിച്ചായിരിക്കും ആ സിറ്റുവേഷനെ അവർ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതുപോലെയാണ് ഓരോ കാര്യത്തിലേക്ക് വരുമ്പോഴും. അതായത് നമ്മളുടെ മനോഭാവം എന്ന് പറയുന്നത്, ഈ മനോഭാവം മുൻകാല അനുഭവങ്ങളിലൂടെയൊക്കെ എന്താണോ ഒരു സംഭവത്തിനെ നമ്മുടെ മൈൻഡിലേക്ക് കയറ്റി വെച്ചിരിക്കുന്നത്, ആ കാഴ്ചപ്പാടും ആ സമയത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകളും ചിന്താരീതികളുമാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഇത് ഓരോ വ്യക്തികൾക്കും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. കാരണം ഒരു വ്യക്തിയുടെ ജീവിതമല്ല മറ്റൊരാളുടെ സംബന്ധിച്ചിടത്തോളം. ഓരോ വ്യക്തികളിലും ഈ മനോഭാവം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എന്തിനാണ് മനോഭാവത്തിലേക്ക് നമ്മൾ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, മൈൻഡ് സെറ്റ് അഥവാ ആറ്റിറ്റ്യൂഡ് അഥവാ മനോഭാവമാണ് ഏതൊരാളുടെയും ഈ സത്ത എന്ന് പറയുന്ന സാധനം. ഏതൊരാളുടെയും സത്ത അഥവാ വ്യക്തിത്വം എന്ന് പറയുന്ന സാധനം ഈ ഒരു മൈൻഡ് സെറ്റ് ആണ്. അപ്പോൾ മൈൻഡ് സെറ്റ് കഴിഞ്ഞ കാല അനുഭവങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിലെ നമ്മളുടെ കാഴ്ചപ്പാടുകളും നമ്മളുടെ ചിന്താശേഷികളുമാണ്. ഈ മൈൻഡ് സെറ്റിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി അങ്ങോട്ടും ഇതേ മൈൻഡ് സെറ്റാണ് നമ്മൾ മുന്നോട്ട് ഫോളോ ചെയ്യുന്നത് എങ്കിൽ, ഇതേ മൈൻഡ് സെറ്റ് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞ ഈ കോഴ്സ് കൊണ്ടുള്ള ഉദ്ദേശം നമ്മുടെ ലൈഫിൽ നടപ്പാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം മൈൻഡ് സെറ്റ് ചേഞ്ച് ആയെങ്കിൽ മാത്രമേ നമുക്കൊരു ലെജൻഡ് ആകാനോ ഒരു മാസ്റ്റർ ആകാനോ സാധിക്കുള്ളൂ. ഒരു ലെജൻഡ് ആകണമെങ്കിലോ മാസ്റ്റേഴ്സ് ആവണമെങ്കിലോ സാധാരണ ഇതുവരെ ഫോളോ ചെയ്ത മൈൻഡ് സെറ്റ് കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ള പോലെ തന്നെ, എന്താണ് കറണ്ട് സിറ്റുവേഷൻ എന്നറിഞ്ഞാലല്ലേ ചേഞ്ച് ചെയ്യേണ്ടതിന്റെ ആവശ്യകത നമുക്ക് മനസ്സിലാവും. അപ്പോൾ മൈൻഡ് സെറ്റ് നമ്മളുടെ ഇതുവരെയുള്ള അനുഭവങ്ങളിലൂടെ, സംഭവങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷനിലൂടെയൊക്കെ നമ്മളിൽ രൂപപ്പെട്ടു വന്ന, കാലങ്ങൾ കൊണ്ട് നമ്മളിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്ന കാഴ്ചപ്പാടുകളെയും ചിന്താരീതികളെയാണ് നമ്മൾ പൊതുവെ മൈൻഡ് സെറ്റ്, മനോഭാവം എന്ന് പറയുന്നത്. അതായത് ചിന്തകളെയാണ് മനസ്സ് എന്ന് പറയുന്നത്. ഈ ചിന്തകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വലിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. മനസ്സ് അഥവാ ചിന്തകൾ എന്ന് പറയുന്നത് വലിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. നമ്മൾ എന്താണോ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്, അത് നമ്മുടെ ലൈഫിൽ സംഭവിക്കാനുള്ള അല്ലെങ്കിൽ എന്താണോ നമ്മൾ ഓർഡർ ചെയ്യുന്നത് അതനുസരിച്ച് പ്രൊഡക്ഷൻ നടക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെ, എന്താണോ നമ്മൾ ഒരു കാര്യത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിനനുസരിച്ചുള്ള അത് നമ്മളിൽ നടപ്പാക്കാനുള്ള സാഹചര്യങ്ങളും സംഭവങ്ങളും നമ്മളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഹൈലി സക്സസ് ആകാനാണ് ഇനി അങ്ങോട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ, എനിക്കിപ്പോൾ 55 വയസ്സായി എന്നുള്ളതിലൊരു കാര്യമേ അല്ല. ഈ 55 വർഷത്തെ നമ്മളുടെ കാഴ്ചപ്പാട്, ഈ 55 വർഷം കൊണ്ട് നമ്മൾ ആർജിച്ചെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന കാഴ്ചപ്പാടുകളെയും നമ്മളുടെ ചിന്താരീതികളാണ് നമ്മുടെ മനസ്സ്. ഇനിയുള്ള 10 വർഷം കൊണ്ട് അല്ലെങ്കിൽ 15 വർഷം കൊണ്ട് എനിക്ക് വലിയൊരു ലെജൻഡ് അല്ലെങ്കിൽ ഒരു മാസ്റ്റർ അല്ലെങ്കിൽ വലിയ രീതിയിൽ സമ്പത്ത് ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നെങ്കിൽ, ഈ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് നമ്മൾ എഫേർട്ട് എടുത്തുകൊണ്ട് ഈ ചിന്തകളെ, ഈ ഒരു മൈൻഡ് സെറ്റിനെ, ഈ ചിന്താരീതികളെ, ഒരു സംഭവം കാണുമ്പോഴുള്ള കാഴ്ചപ്പാടുകളെ മനഃപൂർവ്വം നമ്മൾ ഡൈവേർട്ട് ചെയ്തുകൊണ്ടിരിക്കണം, മനഃപൂർവ്വം തിരിച്ചെടുക്കണം. നമ്മൾ മാറ്റിമറിക്കണം, ചിന്തകളെ മനഃപൂർവ്വം മാറ്റിയെടുക്കണം. ഈ മാറ്റമാണ് നമ്മളുടെ സക്സസ്സിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് മാറാൻ പോകുന്നത്. അതല്ലാതെ ഇതുവരെയുള്ള കാഴ്ചപ്പാടുകളും ഇതുവരെയുള്ള ചിന്താരീതികളും ഇനിയും അങ്ങോട്ട്, അത് ഇത്രയും കാലം ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു, ഇനിയും അങ്ങോട്ട് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇങ്ങനെ തന്നെയുള്ള ലൈഫായിരിക്കും ഇനി അങ്ങോട്ട് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്. അതിനപ്പുറത്തേക്ക് വലിയ മാറ്റങ്ങളൊന്നും അത്ര എളുപ്പം സംഭവിക്കുന്നില്ല. അപ്പോൾ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഇതിൽ നിന്നും ഒരു ചേഞ്ച് നമ്മൾ ഇനിഷ്യേറ്റ് എടുത്തേ പറ്റൂ. കാരണം നമ്മളുടെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. നമ്മളുടെ ചിന്തകൾ എന്താണോ അതാണ് നമ്മൾ കൊടുക്കുന്ന ഓർഡറുകൾ. അതനുസരിച്ച് ലൈഫ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നുകൊണ്ടേയിരിക്കും, നമുക്ക് നിർമ്മിച്ച് തന്നുകൊണ്ടേയിരിക്കും. ഇതിന് മാറ്റിയെടുത്തേ പറ്റൂ. അതുപോലെ തന്നെ മൈൻഡ് സെറ്റിന്റെ ചില പ്രത്യേകതകൾ നമുക്ക് അറിയാവുന്നതാണ്. അതൊന്നുകൂടെ നമ്മൾ ഓർത്ത് നോക്കുന്നു. നമ്മളുടെ മൈൻഡിനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു സാധനമാണ് ബ്രെയിൻ ഹാക്കിംഗ് എന്ന് നമ്മൾ പഠിച്ച കാര്യം. നമ്മളുടെ മൈൻഡിനെ, അതായത് മൈൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതുവരെയുള്ള ജീവിതത്തിൽ നമ്മൾ ആർജിച്ചെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ചിന്താരീതികളും കാഴ്ചപ്പാടും, എന്തെങ്കിലും ഒരു സംഭവത്തിനെ, ഒരു സാഹചര്യത്തിനെ, ഒരു അവസ്ഥയെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ആ അവസ്ഥയെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മളുടെ ഇതുവരെയുള്ള മൈൻഡ് സെറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഈ മൈൻഡ് സെറ്റിനെ സ്വാധീനിക്കാൻ കഴിയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ബ്രെയിൻ ഹാക്കിംഗ് എന്നുള്ളത്. നമുക്കറിയാവുന്നതാണ്, നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് ബ്രെയിൻ ഹാക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ബ്രെയിൻ ഹാക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേൾവിയിലൂടെയും കാഴ്ചയിലൂടെയും മാത്രമേ ഇത് പ്രതിഫലിക്കുള്ളൂ. കേൾവിയിലൂടെയും കാഴ്ചയിലൂടെയും നമ്മുടെ മൈൻഡിനെ, ചിന്തകളിൽ ഉണ്ടാകുന്ന വ്യതിയാനം, അതാണ് ബ്രെയിൻ ഹാക്കിംഗ്.
ബ്രെയിൻ ഹാക്കിംഗ് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചെങ്കിൽ ഒരു പാട്ട് പാടുന്ന ഉദാഹരണം നമ്മൾ കണ്ടതാണ്. 10-40 പേര് ഇരിക്കുന്ന ഈ ഒരു സൊസൈറ്റിയിൽ നല്ല മനോഹരമായിട്ടൊരു പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈണത്തിൽ ഒരാൾ പാട്ട് പാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കലി അത് റിപ്പീറ്റ് ചെയ്തു പോകും. നമ്മൾ ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ ലിജോ സാറൊക്കെയാണ് ഏറ്റവും നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാൾ. അപ്പം നമ്മളെ സംബന്ധിച്ചുള്ള നോക്കുകയാണെങ്കിൽ ലിജോ സാർ ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു പാട്ട് പാടുന്നു. നമുക്കത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, ആ പാട്ട് എനിക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്നല്ല, അത് 10 മിനിറ്റോളം അത് ആവർത്തിക്കുമ്പോൾ, റിപ്പീറ്റേഷന്റെ പവറും കൂടിയാണ് അവിടെ വരുന്നത്, അത് ആവർത്തിക്കുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, എനിക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളതല്ല, ഓട്ടോമാറ്റിക്കലി അത് റിപ്പീറ്റ് ചെയ്യാൻ നമ്മളും നിർബന്ധിതരാണോ. അതാണ് ബ്രെയിൻ ഹാക്കിങ്ങിന്റെ പവർ. അതായത് ബ്രെയിൻ ഹാക്കിങ്ങിന്റെ പവർ എന്തിനാണ് പറയുന്നത് അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞുതരാം. ബ്രെയിൻ ഹാക്കിങ്ങിന്റെ പവർ നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും റിപ്പീറ്റ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മളുടെ കാഴ്ചകളെയും നമ്മളുടെ കേൾവിയും നമ്മളുടെ ബ്രെയിനിനെ, നമ്മളുടെ ചിന്തകളെ, നമ്മളുടെ പ്രവൃത്തിയെ സ്വാധീനിക്കാൻ പോകുന്നതാണ്. അതുപോലെ നേരത്തെ നമ്മളൊക്കെ പഠിച്ച പോലെ തന്നെ പ്രാദേശികമായ ഭാഷ. ഒരാൾ കാസർഗോഡ് ഭാഷ സംസാരിക്കുന്നത് തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്ന് തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് ഒരാൾക്കും കാസർഗോഡ് ഭാഷ ഭംഗിയായിട്ട് സംസാരിക്കാൻ കഴിയില്ല. അതുപോലെ തൃശ്ശൂർ ജനിച്ച് വളർന്ന് തൃശ്ശൂരിൽ നിന്നുകൊണ്ട് ഒരാൾക്കും ഒരുപക്ഷെ ഒരു തിരുവനന്തപുരം ഭാഷ സംസാരിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ നമ്മൾ ഏത് സറൗണ്ടിങ്ങിലാണോ നിൽക്കുന്നത് അത് ആ സറൗണ്ടിങ്ങിൽ നിൽക്കുമ്പോൾ അതനുസരിച്ചുള്ള ചിന്താരീതികളും ആ സറൗണ്ടിങ് നമ്മുടെ ബ്രെയിൻ ഹാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതനുസരിച്ചുള്ള ചിന്താരീതികളും മൈൻഡ് സെറ്റും അതുപോലെ തന്നെ കാഴ്ചപ്പാടുകളാണ് നമ്മളിൽ ഉണ്ടാവുക. അത് എവിടെ നോക്കിയാലും മതി. നമ്മളൊരു ഉത്സവത്തിൽ പങ്കെടുക്കാൻ പോവുകയാണെങ്കിൽ ഒരു ഈ പറഞ്ഞ പോലെ നമ്മളൊരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന സമയം, അല്ലെങ്കിൽ ഈ മനസ്സിന് കുറച്ച് വിഷമുള്ള സമയത്തൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഉത്സവത്തിൽ അല്ലെങ്കിൽ നല്ലൊരു ഡാൻസ് നടക്കുന്ന അത്തരം ഒരു ആഘോഷമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ കുറച്ച് സമയത്തെങ്കിലും അതല്ലെങ്കിൽ ആ കുറച്ച് നേരത്തേക്കെങ്കിലും ഒന്നെങ്കിൽ ആ പ്രോബ്ലം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നില്ല, മൈൻഡ് മാറി ആ പ്രോബ്ലത്തിൽ നിന്ന് നമ്മുടെ മൈൻഡ് മാറും ചെയ്യും. അതല്ലെങ്കിൽ അതിന്റെ സംഘർഷം നമ്മുടെ മനസ്സിൽ നിന്ന് കുറയുകയെങ്കിലും ചെയ്യും. അത് നമ്മുടെ ബ്രെയിൻ ഹാക്കിങ്ങിലൂടെ, അത് കാഴ്ചയിലൂടെ അല്ലെങ്കിൽ കേൾവിയിലൂടെ സംഭവിക്കുന്ന ഒരു സാധനം. ഇതെല്ലായിടത്തും ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഇഷ്യൂ നടക്കുന്ന, ഒരു നല്ലൊരു പ്രശ്നം നടക്കുന്ന ഒരു പ്രദേശത്തേക്കാണ് പോകുന്നതെങ്കിൽ എത്ര സന്തോഷത്തോടു കൂടി പോയാലും ആ ഒരു പ്രദേശത്തിന്റെ ബ്രെയിൻ ഹാക്കിംഗ് നമ്മൾ ആ സമയത്ത് എഫക്ട് ചെയ്യും. അത് എപ്പോഴും ഉണ്ട്. ഒരു സിനിമ കാണുമ്പോഴൊക്കെ പ്രത്യേകിച്ച് ഓരോ മൂഡിലൂടെ, സങ്കടം നടക്കുന്ന സീനിലൂടെയൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ നമ്മുടെ മൈൻഡ് മാറും. ഇമോഷണലി ഉള്ള സാഹചര്യത്തിനാണ് അങ്ങനെ മാറും. ഒരു ഫൈറ്റിന്റെ സീനൊക്കെ ആണെങ്കിൽ ആ രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് മാറും. അതുപോലെ തന്നെ ഒരു കോമഡിയുടെ സമയത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ മൈൻഡ് അത് മാറും. അതൊക്കെ നമ്മുടെ ബ്രെയിൻ ഹാക്കിയാണ്. തൽക്കാലത്തേക്കെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമ്മളുടെ ആ സമയത്തെ ചിന്തകളെയും പ്രവൃത്തികളെയും പോലെ ഒരുപക്ഷെ സ്വാധീനിക്കുന്ന ഒരു സാധനമാണ് ഈ ബ്രെയിൻ ഹാക്കിംഗ്. എന്തിനാണ് ബ്രെയിൻ ഹാക്കിംഗ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ബ്രെയിൻ ഹാക്കിങ്ങിന് സഹായിക്കുന്ന സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിക്കും. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക്, ജീവിതത്തിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങിയിരിക്കുന്ന നമ്മൾ ചുറ്റുപാടുകൾ അതിന് സഹായിക്കുന്നതല്ല എങ്കിൽ ബ്രെയിൻ ഹാക്കിങ്ങിന് ഇരയാകാതിരിക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ചിന്തകളൊക്കെ മനഃപൂർവ്വം നിയന്ത്രിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഗോളുകൾ എന്താണോ, സ്റ്റോക്ക് മാർക്കറ്റിലൂടെ പണം ഉണ്ടാക്കുക, സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഗോളെങ്കിൽ അത് മനസ്സിലാക്കുന്ന, അത് അംഗീകരിക്കാൻ കഴിയുന്നവരുടെ സറൗണ്ടിങ്ങിലെ നമ്മൾ നിൽക്കാവൂ. എത്ര ലിറ്റർ പാലുണ്ടെങ്കിലും ഒരു തുള്ളി തൈര് മതി പിറ്റേ ദിവസത്തേക്ക് അത് മുഴുവൻ തൈരിന്റെ ഗുണത്തിലേക്ക് വരാൻ എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ എത്ര നല്ല മനുഷ്യനാണെങ്കിലും ശരി, എത്രയൊക്കെ പ്രതീക്ഷകൾ ഉണ്ടെങ്കിലും ശരി, എത്രയൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി, പരമാവധി സമയം എല്ലായ്പ്പോഴും മാറിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പരമാവധി സമയങ്ങളിലും സാഹചര്യങ്ങളിലും നമ്മളുടെ ജീവിത ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും അംഗീകരിക്കാനും മനസ്സിലാക്കാനും സപ്പോർട്ട് ചെയ്യാനും പറ്റുന്നവരുടെ കൂടെ പരമാവധി സമയം സ്പെൻഡ് ചെയ്യുക. എല്ലായ്പ്പോഴും പറ്റിക്കൊള്ളുന്നില്ല. അങ്ങനെ നമ്മളുടെ ആവശ്യങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അനുസരിച്ച് സപ്പോർട്ട് ചെയ്യാൻ കൂടുന്നവരോടൊപ്പമാണ് നമ്മളുടെ സമയം ചെലവഴിക്കുന്നതെങ്കിൽ നമ്മളുടെ ലക്ഷ്യത്തിലേക്കുള്ള ദൂരം വളരെ കുറവായിരിക്കും, വളരെ ഈസി ആയിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും. അതല്ല, നമ്മൾ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് നമ്മളുടെ ഈ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും എതിരായിട്ട് നിൽക്കുന്ന ആളുകളോടൊപ്പമാണെങ്കിൽ, അതിപ്പോൾ ഫാമിലി ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, സൊസൈറ്റി ആയിരിക്കാം, അത് ആരുമായിരിക്കാം, നമ്മളുടെ ഈ സ്വപ്നങ്ങൾക്കും ഈ ആഗ്രഹങ്ങൾക്കും ഈ പ്രതീക്ഷകൾക്കും നമ്മളുടെ ഈ പ്രവൃത്തിക്കും സപ്പോർട്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ അവരെ നമ്മൾ അംഗീകരിക്കാത്ത, മനസ്സിലാക്കാത്തവരുടെ കൂടെയാണെങ്കിൽ വളരെ കുറച്ച് സമയം ചെലവഴിച്ചുകൊണ്ട് പരമാവധി ഇതിന് പറ്റിയ സാഹചര്യത്തിലേക്ക് മാറി അവിടെ നിൽക്കാൻ ശ്രമിക്കുക. കാരണം ഈ ബ്രെയിൻ ഹാക്കിംഗ്, സറൗണ്ടിങ്ങിലുള്ള ബ്രെയിൻ ഹാക്കിംഗ് നമ്മൾ ആഗ്രഹിക്കണമെന്നില്ല. ഇവർ സംസാരിക്കുന്നത് നെഗറ്റീവ്, എത്ര ശ്രമിച്ചാലും നിങ്ങൾ ചെയ്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ ആരും ഇതുവരെ നേടിയിട്ടില്ല എന്നൊക്കെ നമ്മളുടെ ചുറ്റും ഇരുന്ന് കേൾക്കുമ്പോൾ നമ്മളത് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും
നമ്മളുടെ ചിന്തകളെ അത് സ്വാധീനിക്കും. അത് ഉത്തമ ഉദാഹരണം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു സിനിമ കാണാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമയുടെ മൂഡ് അനുസരിച്ചായിരിക്കും അത് കഴിഞ്ഞിറങ്ങുന്നവരെയുള്ള നമ്മുടെ സാഹചര്യം. ആ സിനിമയുടെ മൂഡ് അനുസരിച്ചായിരിക്കും നമ്മൾ ഏത് സാഹചര്യത്തിലാണ് സിനിമ തിയേറ്ററിലേക്ക് അത് കയറി എന്നുള്ള മാനദണ്ഡമേ അല്ല. കാരണം അതിന്റെ സറൗണ്ടിങ്ങിൽ നിൽക്കുമ്പോൾ, ആ സിനിമ തിയേറ്ററിനകത്ത് കയറി നിൽക്കുമ്പോൾ ആ സിനിമ കാണുന്ന സിനിമയുടെ മൂഡ് അനുസരിച്ചുള്ളവരാണ് ആ തിയേറ്ററിനകത്ത് ഇരിക്കുന്ന എല്ലാവരും. നമുക്ക് മാത്രമായിട്ട് ഒരിക്കലും ആ മൂഡിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ബ്രെയിൻ ഹാക്കിങ്ങിന്റെ പവർ ആണത്. അപ്പോൾ എപ്പോഴും നമ്മളുടെ ഗോൾ പണം ഉണ്ടാക്കുക, സമ്പത്ത് വർദ്ധിപ്പിക്കുക ആണെങ്കിൽ അതുമായിട്ട് മനസ്സിലാക്കുന്ന, അംഗീകരിക്കുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരോടൊപ്പം മാത്രമേ നമ്മളുടെ സഹവാസം ആകാവൂ. നെഗറ്റീവായിട്ട് പുവർ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ പാവപ്പെട്ട മൈൻഡ് സെറ്റ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഇതൊന്നും ശരിയാവില്ല എന്നുള്ള ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള, പുവർ മൈൻഡ് സെറ്റ് ഉള്ളവരുടെ കൂട്ടുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ഈ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവരുടെ ബ്രെയിൻ ഹാക്കിങ്ങിനേക്കാൾ നമുക്ക് ഏറ്റവും അധികം ഇരയാകേണ്ടി വരിക ഈ പുവർ മൈൻഡ് സെറ്റ് അഥവാ നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളുടെ ബ്രെയിൻ ഹാക്കിങ്. അതായത് നമ്മളിപ്പോ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള, നമ്മളുടെ ആഗ്രഹങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം കൂട്ടി നിൽക്കുന്ന ആളുകളോടൊപ്പം ഒരു 10 മണിക്കൂർ ചെലവഴിക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ബ്രെയിൻ ഹാക്കിംഗ് ഉണ്ടാവും നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവരോടൊപ്പം 1 മണിക്കൂർ ചെലവഴിക്കുമ്പോൾ സംഭവിക്കുന്നത്. പോസിറ്റീവ് നമ്മളോടൊപ്പം നിൽക്കുന്ന, നമ്മളുടെ സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കുന്നവരോടൊപ്പം 10 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ കിട്ടുന്ന ബ്രെയിൻ ഹാക്കിംഗ് അല്ലെങ്കിൽ നമ്മൾ സംഭവിക്കുന്ന ബ്രെയിൻ ഹാക്കിങ്ങിനേക്കാൾ പവർഫുൾ ആയിരിക്കും നെഗറ്റീവായിട്ടുള്ള, നമ്മളുടെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിൽക്കാത്ത ആളുകളോടൊപ്പം 1 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ നമ്മളുടെ ബ്രെയിൻ ഹാക്കിംഗ് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഇനിഷ്യേറ്റ് എടുത്തുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നും ഇത്തരം ആളുകളിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി മണി മൈൻഡ് സെറ്റ് എന്താണെന്ന് നോക്കാം. നേരത്തെ മൈൻഡ് സെറ്റിന്റെ അതേ എക്സ്പ്ലനേഷൻ തന്നെയാണ് മണി മൈൻഡ് സെറ്റിലേക്ക് വരുന്നത്. ഇവിടെ മണി മൈൻഡ് സെറ്റ് കാണുന്നതിന് മുമ്പേ ഇതിനെ വല്ലാതെ എന്താ പറയുന്നത്, ഒരു പണത്തിനോടുള്ള കാഴ്ചപ്പാട് ഒത്തിരി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാരുടെ, മലയാളീസിന്റെ പണത്തിനോടുള്ള കാഴ്ചപ്പാട്. പണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അതെന്താണെന്നൊരു തിരിച്ചറിവ് കൂടെ നമുക്കുണ്ടെങ്കിൽ ഇതിനോടുള്ള അപ്രോച്ച്, പണത്തിനോടുള്ള സമീപനം ഒന്ന് മാറുള്ളൂ. ശരിക്കും എന്താണ് പണം എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ പണം എന്ന് പറയുന്ന സാധനം? നമുക്കറിയാം, മനുഷ്യന്റെ, നമ്മളുടെ ക്രയവിക്രയങ്ങളെ, കൊടുക്കൽ വാങ്ങലുകളെ ഈസി ആക്കാനും ഏകീകരിക്കാനും വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വസ്തു, നമ്മൾ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു വസ്തുവാണ് പണം. നമ്മളുടെ ക്രയവിക്രയങ്ങൾ, കൊടുക്കൽ വാങ്ങലുകളെ ഏകീകരിക്കാനും ഈസി ആക്കാനും എളുപ്പത്തിലാക്കാനും വേണ്ടി നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മീഡിയ, ഒരു ടൂൾ, ഒരു വസ്തു ആണ് പണം. ഇതിനപ്പുറത്തേക്ക് ഒന്നും പണമല്ല, നമുക്കറിയാം. അതായത് ഈ പണത്തിന്റെ ഹിസ്റ്ററിക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, ആദ്യകാലത്തിൽ ഇതിനൊരു രൂപമില്ലായിരുന്നു. പല വസ്തുക്കളുടെ രൂപത്തിൽ ബാർട്ടർ സമ്പ്രദായം നമ്മൾ കേട്ടിട്ടുണ്ട്. ബാർട്ടർ സമ്പ്രദായമായിരുന്നു നമ്മൾ കൊടുക്കൽ വാങ്ങലുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. അത് കുറച്ചും കൂടെ ഈ ബാർട്ടർ സമ്പ്രദായത്തിന് ഈ വസ്തുക്കളും സാധനങ്ങളും കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള മറ്റു സാധനങ്ങളും വസ്തുക്കളും വാങ്ങുന്ന ബാർട്ടർ സമ്പ്രദായം എല്ലാവർക്കും അറിയാം. ഇത് കുറച്ചും കൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ലോഹ രൂപത്തിലുള്ള കൈമാറ്റ വസ്തു വന്നു. ലോഹം, സ്വർണം, ചെമ്പ്, വെള്ളി, പിച്ചള എന്നുള്ള വിധത്തിലുള്ള ലോഹ രൂപത്തിലുള്ള വസ്തുക്കൾ വന്നു. കാരണം അന്നത്തെ ഈ ചക്ക, മാങ്ങ, തേങ്ങ, ഇതുപോലെ തന്നെ കാർഷിക വസ്തുക്കളും പശു, ആട് ഇതുപോലത്തെ വസ്തുക്കളും കൊടുത്തു വാങ്ങുന്നതിനേക്കാൾ കുറച്ചും കൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഈ ലോഹ രൂപത്തിലേക്ക് ഈ പണം അഥവാ ഈ പണം എന്ന് പറയുന്ന സാധനം മാറി. അതിനുശേഷം നമ്മൾ വീണ്ടും കുറച്ചും കൂടെ ഈ ലോഹങ്ങളൊക്കെ കൊണ്ടു നടക്കാനും, ഇപ്പോൾ കുറച്ചധികം പണം കൈകാര്യം ചെയ്യേണ്ട സാഹചര്യങ്ങൾ വന്നാൽ ഇതൊക്കെ കൊണ്ടു നടക്കാനൊക്കെ ഉള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് വീണ്ടും അത് നമ്മളിപ്പോൾ കാണുന്ന കറൻസി രൂപത്തിലേക്ക് മാറി. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, കൊടുക്കൽ വാങ്ങലുകളെ ഏകീകരിക്കാനും എളുപ്പത്തിലാക്കാനും വേണ്ടിയിട്ടാണ് ഈ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഈ പണത്തിന്റെ ഈ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഇത് കൊടുക്കൽ വാങ്ങലുകളെ ഈസി ആക്കാനും ഏകീകരിക്കാനും വേണ്ടിയിട്ടാണ്. ഇപ്പം അത് നമ്മളിപ്പോൾ കാണുന്ന കറൻസി, കോയിൻ എന്നുള്ള രൂപത്തിലേക്ക് മാറി, ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറി. പിന്നെ ഇപ്പം അത് ഡിജിറ്റലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം പലരും മൊബൈൽ മാത്രം മതി, നമ്മളെ കയ്യിൽ ഈ മൊബൈൽ പോലും വേണമെന്നില്ല, പണം നമുക്ക് എന്താ പറയുക, ഒരു വസ്തുവായിട്ട് കൈകാര്യം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പം അതിനകത്ത് ഒരു വസ്തുവായിട്ട്, ഒരു രൂപത്തിൽ അത് കൈകാര്യം ചെയ്യേണ്ടതിന്റെ ആവശ്യം ഇപ്പം വരുന്നില്ല, ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറി. ഇനി നേരത്തെ ബാർട്ടർ സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്നു, പിന്നീട് അത് ലോഹ രൂപത്തിലേക്ക് മാറി, പിന്നീട് അത് കറൻസി, കോയിൻ എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറി, ഇപ്പോഴത് ഡിജിറ്റൽ രൂപത്തിലേക്ക്, അതിലൊരു രൂപമില്ലാത്ത അവസ്ഥയിലേക്ക് മാറി. ഇനി ഇതേ പണം, വീണ്ടും പറയുന്നു, നമുക്കറിയാം നമ്മളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആവശ്യങ്ങളും ഒക്കെ നേടിയെടുക്കാനായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് പണം.
ഈ പണം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. നാളെ ഇപ്പോഴുള്ള ഡിജിറ്റൽ രൂപത്തിൽ നിന്നും നാളെ ഈ പണം എന്ന് പറയുന്ന സാധനം ഏത് രൂപത്തിലേക്ക് മാറുമെന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ബാർട്ടർ സമ്പ്രദായത്തിന്റെ കാലത്തിലുള്ള ഒരാൾ ഒരിക്കലും ഇതൊരു കറൻസി രൂപത്തിലേക്കോ കോയിൻ രൂപത്തിലേക്കോ മാറുമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ബാർട്ടർ സമ്പ്രദായത്തിലുള്ള ഒരാൾ ഇതൊരു ഡിജിറ്റൽ, ഒരു രൂപമില്ലാത്തൊരു സാധനത്തേക്ക്, അല്ലെങ്കിൽ ഈ ലോഹ നാണയങ്ങൾ കൈകാര്യം ചെയ്ത സ്വർണ്ണ നാണയങ്ങളും അതുപോലെ തന്നെ വെള്ളി നാണയങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന കാലത്തിൽ ഒരാൾ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇത് ഡിജിറ്റൽ, ഒരു രൂപമില്ലാത്തൊരു കാലം വരുമെന്നും ഇത് ചുമ്മാ ഒരു ഡിജിറ്റൽ രൂപത്തിലേക്കൊക്കെ ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്നതും പറ്റുന്നതും ഒരാളും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ലോഹ രൂപത്തിൽ ഇത് കൈകാര്യം ചെയ്യുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് എങ്കിൽ ചിന്തിച്ചാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല ഡിജിറ്റൽ രൂപത്തിലേക്ക് ഇത് മാറുന്നു. ഇതുപോലെയാണ് ഇനി അങ്ങോട്ടുള്ള കാലം. ഇപ്പോൾ ഈ ഡിജിറ്റൽ രൂപത്തിൽ നിന്നും ഇത് ഏത് രൂപത്തിലേക്ക് പോകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. അപ്പൊ എന്താണ് പണം? നമ്മൾ ഇമോഷണലി നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് പണത്തിനെ. അതുപോലെ തന്നെ നമ്മളുടെ അധ്വാനങ്ങൾ ഭൂരിഭാഗവും നമ്മൾ അധ്വാനിക്കുന്നത്, നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടാണെങ്കിൽ നമ്മളുടെ അധ്വാന ഭൂരിഭാഗവും ഫോക്കസ് ചെയ്യുന്നത് പണത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ് ഈ സാധനം? കൈമാറ്റം ചെയ്യാനുള്ള ഒരു വസ്തു എന്നതിനപ്പുറം എന്തെങ്കിലും കയ്യിലുണ്ടോ? ഒന്നുമില്ല. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിനിമയ വസ്തു മാത്രമാണ് പണം. എത്രത്തോളം അത് നമ്മൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നു. വെറുതെ സ്വന്തമാക്കാൻ കഴിയില്ല. പണം എന്നുള്ളത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. നമ്മളുടെ പ്രൊഡക്റ്റോ നമ്മളുടെ കൈവശം ഇരിക്കുന്ന സേവനങ്ങളോ സാധനങ്ങളോ മറ്റൊരാൾക്ക് നൽകുമ്പോൾ നമ്മളിലേക്ക് ലഭിക്കുന്ന ഒരു സാധനമാണ് പണം. നമ്മളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റോ സർവീസോ എന്തെങ്കിലും മറ്റൊരാളിലേക്ക് നൽകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സാധനമാണ് പണം എന്ന് പറയുന്നത്. അപ്പൊ ചിന്തിക്കുക, ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു പണം മറ്റൊരാൾക്ക് നൽകണമെങ്കിൽ അവിടുന്ന് എനിക്ക് തിരിച്ചു കിട്ടുന്ന ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്ന സാധനം എനിക്ക് ഞാൻ എത്രത്തോളം മൂല്യം കൽപ്പിക്കുന്നു അത്രത്തോളം പണം നൽകാൻ ഞാൻ തയ്യാറാവും. എക്സാമ്പിൾ, ഞാനൊരു വാഹനം വാങ്ങുന്നു. ഈ വാഹനത്തിന് ഞാൻ എന്തുമാത്രം മൂല്യം കൽപ്പിക്കുന്നു അത്രയും പണം നൽകാൻ ഞാൻ തയ്യാറാവും. ഞാൻ കൽപ്പിക്കുന്ന മൂല്യത്തിനേക്കാൾ കൂടുതൽ വില അതിനുണ്ടെങ്കിൽ ഒരിക്കലും ഞാനത് വാങ്ങാൻ തയ്യാറാവില്ല. ഉദാഹരണം, ഞാൻ ഒരു 10 ലക്ഷം രൂപയുടെ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഞാൻ ആ വണ്ടിക്ക് ചെന്ന് നോക്കിയപ്പോൾ അതിന് 50 ലക്ഷം രൂപയാണ് വില. ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള മൂല്യം ആ വണ്ടിക്ക് ഉണ്ടെന്ന് കണ്ടാൽ ഞാനത് എൻ്റെ പണം നൽകില്ല. അപ്പോൾ എൻ്റെ കൈമാറ്റം അവിടെ മുറിഞ്ഞിരിക്കുന്നു, നടക്കുന്നില്ല എന്നർത്ഥം. എന്നാൽ ഞാൻ 10 ലക്ഷം രൂപയുടെ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നു, അതിന് 8 ലക്ഷം രൂപ വരുന്നുള്ളെങ്കിൽ എനിക്ക് ഹാപ്പിയാവും. അതായത് ഞാൻ കൊടുക്കുന്ന പണത്തിനേക്കാൾ കൂടുതൽ മൂല്യം എനിക്ക് കിട്ടുന്നു എന്ന് തോന്നുമ്പോൾ ഞാൻ കൂടുതൽ പണം നൽകാൻ തയ്യാറാവുന്നു. അപ്പോൾ ആ ട്രാൻസാക്ഷൻ അവിടെ നടക്കും. അപ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് എത്രത്തോളം പണം നമുക്കുണ്ടോ അത്രത്തോളം നമ്മുടെ മനസ്സിന് സംതൃപ്തിയും ലഭിക്കും. കാരണം പണം ഉണ്ടെങ്കിൽ സംതൃപ്തി കിട്ടിക്കൊള്ളാൻ നിർബന്ധമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ പണം ഇല്ലെങ്കിലും ഈ പറഞ്ഞ സംതൃപ്തി ഉണ്ടാവില്ല എന്നുള്ള യാഥാർത്ഥ്യം. പക്ഷെ നമ്മളുടെ ജീവിതത്തിലെ ഒരു 80-90% സാധനങ്ങളും സാഹചര്യങ്ങളും ആവശ്യങ്ങളും നേടിയെടുക്കാൻ ഈ പണം കൂടിയേ തീരൂ. പണം എന്നുള്ളത് ഈ പണവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ മുൻകാല അനുഭവങ്ങളെയും ഈ ചിന്താരീതികളൊക്കെയാണ് മണി മൈൻഡ് സെറ്റ് എന്നുള്ളത് നമുക്കവിടെ കൂട്ടിവയ്ക്കാൻ പറ്റും. അപ്പോൾ പണവും സമ്പത്തും നമ്മളിൽ എത്തിച്ചേരണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ, വർദ്ധിക്കണമെങ്കിൽ മണി മൈൻഡ് സെറ്റ് കൂടിയേ തീരൂ. ചിന്തിക്കുക, നമ്മളുടെ ജീവിതത്തിനോടൊപ്പം എന്തെങ്കിലും നമുക്ക് നിലനിൽക്കുന്നുണ്ടോ? നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വളരുന്നുണ്ടോ? നമുക്ക് ആവശ്യമുള്ള, അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡ് സെറ്റ് അതിനെ വളർത്താൻ അല്ലെങ്കിൽ അതിന് അനുകൂലമായിട്ടായിരിക്കും. നമുക്ക് താല്പര്യമില്ലാത്തൊരു സാധനം നമ്മുടെ ജീവിതത്തിൽ വളരില്ല, നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കില്ല. അപ്പോൾ മണി മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പണത്തിനെ കൈകാര്യം ചെയ്യുന്ന സമയത്ത്, പണം കൈകാര്യം ചെയ്യാനുള്ള ഒരു വസ്തുവാണ്, അതായത് കൈമാറ്റം ചെയ്യാനുള്ള ഒരു വസ്തു മാത്രമാണ് പണം. അപ്പോൾ മണി മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സാഹചര്യം പണം കൈകാര്യം ചെയ്യാൻ നമുക്ക് ലഭിക്കുന്ന ഈ 3 സാഹചര്യം, അതിനപ്പുറത്തേക്ക് നമുക്ക് കിട്ടില്ല. ഈ 3 സാഹചര്യത്തിൽ നമ്മൾ എപ്പോഴും വളരെ സന്തോഷത്തോടു കൂടി, അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ടും കൈകാര്യം ചെയ്യാം. 3 സാഹചര്യങ്ങൾ പണം സ്വീകരിക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. നമ്മൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റോ സർവീസോ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ കൈമുള്ള പണം നൽകുന്നു. അപ്പോൾ പണം
നമ്മൾക്ക് പണം വരുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാൾക്ക് പ്രൊഡക്റ്റോ സർവീസോ നൽകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് എന്തുമാവാം, ഏത് രൂപത്തിലുള്ളതാവാം. അപ്പൊ പണം നമ്മളിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഇതിനെ ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടു കൂടി പണത്തിനെ സ്വീകരിക്കുക. പണം സൂക്ഷിക്കുമ്പോൾ നമുക്കറിയാം ഇതേ സാഹചര്യം ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക. കാരണം ഇത് നമ്മളെ സൂക്ഷിച്ചു വെക്കുക. കാരണം ഇത് നമ്മുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഏറ്റവും അധികം ഇതെല്ലാം നേടിയെടുക്കാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് പണം. പണം നൽകുമ്പോഴും ആത്മാർത്ഥമായിട്ടും സന്തോഷത്തോടു കൂടി നൽകുക. കാരണം നമ്മൾ പണം വെറുതെ നൽകുന്നില്ല. നമുക്ക് സന്തോഷം തരുന്ന അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു സാധനം വാങ്ങാനായിട്ട് ആയിരിക്കും നമ്മൾ ഈ പണം നൽകുന്നത്. അത് സന്തോഷമായിരിക്കാം, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആയിരിക്കാം, സർവീസ് ആയിരിക്കാം, എന്തുമായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ വീട്ടിൽ മോനൊരു പോക്കറ്റ് മണി കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ എനിക്കൊരു സംതൃപ്തി കിട്ടുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു കടമ നിർവഹിക്കുന്നു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എനിക്ക് അവന് ഒരു പോക്കറ്റ് മണി കൊടുക്കുമ്പോൾ അതെനിക്കൊരു സന്തോഷം തരുന്നു. അതും എനിക്ക് കിട്ടുന്ന എന്താ പറയുക, പണം ഞാൻ അവിടെ നൽകുമ്പോൾ അത് സന്തോഷത്തോടു കൂടിയും ആത്മാർത്ഥമായിട്ട് നൽകുക. ഈ മൂന്ന് സാഹചര്യങ്ങളിലും പണം സ്വീകരിക്കുമ്പോൾ അത് എൻ്റെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ് ഈ പണം. ഇത് സ്വീകരിക്കുമ്പോൾ സന്തോഷത്തോടെ ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കുക. ഇത് സൂക്ഷിക്കുമ്പോൾ ഇത് എൻ്റെ കൈവശം ഇരിക്കുന്നിടത്തോളം എൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള മൈൻഡോട് കൂടി സന്തോഷത്തോടു കൂടി ആത്മാർത്ഥതയോടുകൂടി സൂക്ഷിച്ചു വെക്കുക. അത് ഇൻവെസ്റ്റ്മെന്റ് രൂപത്തിലാവാം, ലിക്വിഡ് ആയിട്ടുള്ള മണി രൂപത്തിലാവാം, മറ്റേത് രൂപത്തിലാവാം. അതുപോലെ തന്നെ ഇത് കൈമാറ്റം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ നൽകേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സന്തോഷത്തോടു കൂടി പണം നൽകുക. ഈ 3 സാഹചര്യങ്ങളും ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റ് 6 കാര്യങ്ങളും കൂടെ കണക്ട് ചെയ്തു പോകുന്നു. പണത്തിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പഠിക്കണം. സ്നേഹിച്ചേ മതിയാകൂ. കാരണം നമുക്കറിയാം നമ്മൾ സ്നേഹിക്കുന്ന എന്തൊരു വസ്തുവും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഉള്ളിടത്തോളം കാലം നിലനിൽക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ സ്നേഹിക്കുന്ന ഏതൊരു വസ്തുവും നമ്മൾ ഉള്ളിടത്തോളം കാലം നമ്മളിൽ നിലനിർത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വസ്തു എത്ര കാലം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ ശ്രമിക്കും? എനിക്കൊരു കാര്യം ഇഷ്ടമല്ല, എനിക്കൊരു വസ്തു, ഒരു പ്രൊഡക്റ്റ്, ഒരു സർവീസ്, ഒരു സാധനം എനിക്ക് ഇഷ്ടമല്ല, ഞാൻ എത്ര കാലം അതിന് ചുമന്നുകൊണ്ട് നടക്കും? തീർച്ചയായിട്ടും അത് ഒഴിവാക്കാനുള്ള വഴികൾ ഞാൻ പോലും അറിയാതെ എൻ്റെ ചിന്താരീതികളും എൻ്റെ കാഴ്ചപ്പാടുകളും ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. മൈൻഡ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. നമ്മൾ എന്താണോ അതിനു വേണ്ടി ചിന്തിക്കുന്നത്, മീൻസ് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുത്ത് തരാൻ, എന്താണോ നമുക്ക് ആവശ്യമില്ലാത്തത് അത് ഒഴിവാക്കി തരാനും മൈൻഡ് സെറ്റ് നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ പണത്തിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. പണം നമ്മളിലേക്ക് വരാനും നിലനിർത്താനും അത് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക. ചെലവഴിക്കുമ്പോഴും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടേ ചെലവഴിക്കാവൂ. കാരണം നമ്മൾ പണം ചെലവഴിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ആഗ്രഹമോ ആവശ്യമോ നേടിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പണം ചെലവഴിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. വരുന്ന പണത്തിന്, സൂക്ഷിച്ചു വെക്കുന്ന പണത്തിന്, ചെലവഴിക്കുന്ന പണത്തിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. സ്നേഹിക്കുന്നത് എന്നും നമ്മളോടൊപ്പം നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. പണത്തിന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമുക്കത് ഇനിയും വേണം എന്നുള്ള ചിന്തകളിലേക്ക് നമ്മൾ വരും. അതിനെ പറ്റിയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഇനിഷ്യേറ്റ് എടുത്ത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം പണത്തിന്. അതുപോലെ തന്നെ പണത്തിനെ റെസ്പെക്ട് ചെയ്യണം. അത് ഒരിക്കലും അവഗണിച്ചുകൊണ്ട് കൈകാര്യം ചെയ്ത് റെസ്പെക്റ്റോട് കൂടി കൈകാര്യം ചെയ്യുക. ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമ്മൾ എപ്പോഴും റിച്ച് ഫീൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാന്നൊക്കെ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് ഒരു വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നാൽ കഴിയുന്ന പ്രീമിയം വണ്ടി വാങ്ങിയാൽ, അതിപ്പോൾ എന്തുമാട്ടെ, എനിക്കൊരു മാരുതി 800 വാങ്ങാനുള്ള എൻ്റെ സ്വപ്നം, എനിക്ക് അതിനുള്ള ഒരു ആവശ്യം, മീൻസ് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ 800 ഞാൻ നല്ല രീതിയിൽ വാങ്ങി അതിനെ ഞാൻ ഈ പറഞ്ഞ പോലെ റെസ്പെക്റ്റോട് കൂടി അവഗണിക്കാതെ ഞാൻ അതിനെ പരിഗണിച്ചുകൊണ്ടേയിരിക്കുക. അത് നമ്മൾ വാങ്ങുന്ന നമുക്കൊരു പ്രീമിയം ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ റെസ്പെക്റ്റോട് കൂടി കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ പണം നമ്മളുടെ ഒട്ടുമിക്ക ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും നിറവേറ്റാൻ സഹായിക്കുന്ന ഒരു സാധനം. റെസ്പെക്റ്റോട് കൂടി മാത്രമേ അതിനെ കാണാവൂ, കൈകാര്യം ചെയ്യാവൂ. ഒരിക്കലും അവഗണിക്കരുത്. അവിടെ ഇവിടെ നിന്നും അവഗണിച്ചുകൊണ്ട് ഇടരുത്. ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന നല്ലൊരു മൊബൈൽ, വില കൂടിയ ഒരു മൊബൈലാണെങ്കിൽ, നമ്മൾ ആഗ്രഹിച്ച് വാങ്ങിയ ഒരു മൊബൈലാണെങ്കിൽ ഒരിക്കലും നമ്മളത് അവഗണിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യില്ല. ഒന്ന് താഴെ വീഴുമ്പോഴേക്കും നമ്മൾ വീണിട്ടാണെങ്കിൽ അതിനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ കുട്ടികൾ ആരെങ്കിലും അതിനെ ഒരു ദുരുപയോഗം, മീൻസ് അതിനൊന്ന് റഫായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഇരുന്ന് പിടിച്ചു മേടിക്കാനൊക്കെ ശ്രമിക്കും. അതായത് ഒരിക്കലും അതിനെ നമ്മൾ റെസ്പെക്റ്റ് ഇല്ലാതെ അവഗണിച്ചുകൊണ്ട് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യില്ല. ഇതുപോലെ ആയിരിക്കും പണത്തിനോടുള്ള നമ്മുടെ മൈൻഡ് സെറ്റ്. പണത്തിനോടുള്ള മൈൻഡ് സെറ്റ് റെസ്പെക്റ്റ് ചെയ്യണം, പണത്തിനെ അവഗണിക്കരുത്. സത്യസന്ധത പുലർത്തണം. നമുക്കറിയാം, നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്, എന്തിനോട് നമ്മൾ കള്ളത്തരം കാണിക്കുന്നോ അവിടെ നമുക്കൊരു
ബുദ്ധിമുട്ടുണ്ടാവും, മാനസിക ബുദ്ധിമുട്ടുണ്ടാവും. എവിടെ നമ്മൾ കള്ളത്തരം കാണിക്കുന്നോ അവിടെ നമുക്കൊരു മാനസിക ബുദ്ധിമുട്ടുകൾ എപ്പോഴും ഉണ്ടാവും. സത്യസന്ധമാണെങ്കിൽ നമുക്ക് അവിടെ ഓപ്പൺ മൈൻഡായിട്ട് ഇരിക്കാൻ പറ്റും. പണത്തിനോട് സത്യസന്ധത പുലർത്തുക, അതായത് നമ്മളുടെ മനസാക്ഷി അംഗീകരിക്കാത്ത ഒരു പണവും നമ്മുടെ കയ്യിലേക്ക് വരരുത്. നമ്മളുടെ മനസാക്ഷി അംഗീകരിക്കാത്ത ഒരു പണവും നമ്മുടെ കയ്യിലേക്ക് വരരുത്. അത് നമ്മളിൽ നിന്നും അകന്നു പോകാനുള്ള എല്ലാ വഴികളും നമ്മളുടെ മൈൻഡ് സെറ്റ് കണ്ടെത്തിക്കൊണ്ടിരിക്കും. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പണത്തിനെ ഭയത്തോടെയും ആശങ്കയോടെയും കാണരുത്. പണത്തിനെ ഭയത്തോടെയും ആശങ്കയോടെയും കാണരുത്. ഒന്ന് ചിന്തിക്കുക, എനിക്ക് എന്താ പറയുന്നത്, പാമ്പിനെ അല്ലെങ്കിൽ പട്ടിയെ ഭയമാണെങ്കിൽ ഇതിന്റെ കൂടെ ഞാൻ എത്ര കാലം ജീവിക്കും? പാമ്പിന്റെ കൂടെ അല്ലെങ്കിൽ പട്ടിയുടെ കൂടെ എത്ര കാലം ജീവിക്കും? എനിക്ക് ഉയരത്തിന് ഭയമാണെങ്കിൽ ഞാൻ എത്രത്തോളം ഉയരത്തിലേക്ക് കയറി പോകും? എനിക്ക് വെള്ളം, കുത്തൊഴുക്കുള്ള വെള്ളം എനിക്ക് പേടിയാണെങ്കിൽ ഈ കുത്തൊഴുക്കുള്ള വെള്ളത്തിൽ ഞാൻ എത്ര സമയം ചെലവഴിക്കും? ഭയത്തോടെ ആശങ്കയോടെയാണ് നമ്മൾ പണത്തിനെ കാണുന്നതെങ്കിൽ നമ്മൾ അതിനെ ഒഴിവാക്കാൻ നമ്മൾ പോലും അറിയാൻ നമ്മുടെ മൈൻഡ് സെറ്റ് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. എന്താണ് ഈ ഭയത്തോടെ കാണുന്നതെന്നാണ്. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും അധികം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. പണത്തിനെ ഭയത്തോടെയാണ് നമ്മളിവിടെ കാണുന്നത്. ലോസ് വരുമ്പോൾ ലോസിൽ എക്സിറ്റ് ചെയ്യുന്നതിന്റെ കാരണം ഇത് എക്സിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത്രയും പണം നഷ്ടപ്പെടുമെന്നല്ലോ എന്നുള്ള ഭയം. പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ, ഇന്ന് റെജിന മേഡം എക്സാമ്പിൾ പറഞ്ഞ പോലെ പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ചെറിയ പ്രോഫിറ്റിൽ ബുക്ക് ചെയ്യുന്നു. ഈ വന്ന പ്രോഫിറ്റ് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. ഈ ഭയത്തോടു കൂടി പണത്തിനെ കാണുന്നത് കൊണ്ടാണ് ഈ സാധനം നമ്മളിൽ നിന്നും അകന്നു പോകാൻ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പരിശ്രമിക്കുന്നതിന്റെ കാരണം. പണത്തിനെ ഭയത്തോടു കൂടി നമ്മൾ കാണുന്നു. ഒരു കാരണവശാലും ഭയത്തോടു കൂടി കാണരുത്. കാരണം മനസ്സിലാക്കുക, നമ്മളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ പണം എന്ന് പറയുന്നത്. ഇതിനെ ഭയത്തോട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആശങ്കയോട് കൂടിയാണ് ഇതിനെ നമ്മൾ സമീപിക്കുന്നതെങ്കിൽ ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കും? അപ്പോൾ ഭയത്തോടെയും ആശങ്കയോടും കൂടി കാണരുത്. അതുപോലെ ഇതിന്റെ അളവ്, ഇത് പണം എത്രത്തോളം സ്വീകരിക്കാനും നമ്മുടെ മൈൻഡ് സെറ്റ് വളരണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുക, 500 രൂപ പ്രോഫിറ്റിനെ നമ്മൾ വലുതായി കാണുന്നുണ്ടെങ്കിൽ 50,000 രൂപ പ്രോഫിറ്റ് കാണുമ്പോഴേക്കും നമ്മുടെ കൈയും കാലും പറിക്കാൻ തുടങ്ങും. ഒരിക്കലും പാടില്ല. ഇത് എത്രത്തോളം എൻ്റെ ജീവിതത്തിലേക്ക് ഇത് വന്നു ചേരുന്നു അത്രത്തോളം എൻ്റെ ആവശ്യങ്ങൾ നടപ്പാക്കും, എൻ്റെ സ്വപ്നങ്ങൾ നടപ്പാക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. പണത്തിനെ സ്വീകരിക്കാനുള്ള മൈൻഡ് സെറ്റ് വലുതാക്കിക്കൊണ്ടിരിക്കുക, ചെറുതാക്കരുത്. 500, 1000, 50,000 ഒന്നുമല്ല നമുക്ക് ശേഷിയുള്ളത്, വലിയ രീതിയിൽ ശേഷി ഉണ്ടാക്കണം. ഇവിടെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ഭയമൊക്കെ വരാനുള്ള പ്രധാന കാരണം ഓപ്ഷൻ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. ഓപ്ഷൻ ചെയ്യുന്നത് നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത്. ഓപ്ഷൻ ചെയ്യുമ്പോൾ ഇതിന്റെ കയറ്റിറക്കങ്ങൾ, ഇതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ കയറ്റിറക്കങ്ങൾ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. ഈ ഭയമാണ് നമ്മളവിടെ സക്സസ് ആക്കുന്നതെന്നും ഒന്ന് പിന്തിരിക്കുന്ന കാരണം. അതിൽ നമുക്ക് പിന്നീട് അടുത്ത സ്റ്റെപ്പിലേക്ക് വരാം. അത് ഒഴിവാക്കാനുള്ള വഴികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് അടുത്ത കാര്യത്തിലേക്ക് വരാം. അപ്പോൾ പണം, മണി മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം ഇത് ആർജിക്കാനുള്ള ശേഷി നമുക്കുണ്ടാവും, വർദ്ധിപ്പിക്കാനുള്ള ശേഷി നമുക്കുണ്ടാവും, നഷ്ടപ്പെടുത്താനുള്ള കരുതൽ നമുക്കുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ പണം സ്വീകരിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കുക, സൂക്ഷിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് സൂക്ഷിക്കുക, നൽകുമ്പോൾ സന്തോഷത്തോടുകൂടി ആത്മാർത്ഥമായിട്ട് നൽകുക. അതുപോലെ തന്നെ പണത്തിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം. ഈ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന എന്തും നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്താൻ നമ്മളാൽ കഴിയുന്ന എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക, ഇനിയും വന്നോട്ടെ എന്ന് ആഗ്രഹിക്കുക. കാരണം ഇത് എത്രത്തോളം എന്നിലേക്ക് വന്നു ചേരുന്നു അത്രത്തോളം എൻ്റെ ആവശ്യങ്ങളും സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ എനിക്ക് കഴിയും. റെസ്പെക്ട് ചെയ്യുക, ഒരു കാരണവശാലും അവഗണിക്കരുത്. റെസ്പെക്ട് ചെയ്യാൻ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, നമ്മൾ എന്തിനെയൊക്കെ അവഗണിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ അധികാലം നിലനിൽക്കുന്നില്ല. റെസ്പെക്ട് ചെയ്യുക, ഒരു കാരണവശാലും അവഗണിക്കാതിരിക്കുക, സത്യസന്ധത പുലർത്തുക. സത്യസന്ധമായ മനസ്സാണെങ്കിൽ നമ്മുടെ മൈൻഡ് എപ്പോഴും ക്ലാരിറ്റിയോട് കൂടിയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ആശങ്കയും അവിടെ ഉണ്ടാവില്ല. പണത്തിനെ ഭയത്തോടെ അല്ലെങ്കിൽ ആശങ്കയോടെ ഒരു കാരണവശാലും കാണരുത്, സമീപിക്കരുത്. കാരണം ഭയപ്പെടുന്ന ഒന്നിന്റെ കൂടെ നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ആശങ്കയുള്ള ഒന്നിനോടൊപ്പം നമുക്ക് കഴിയാൻ, മുന്നോട്ട് പോകാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഭയക്കരുത്, ആശങ്കയോടെ കാണരുത്. സ്വീകരിക്കാനുള്ള നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശേഷിയെ വർദ്ധിപ്പിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നാൽ കാണുന്നതാണ് ഇതുവരെ കാണാത്ത ഡിസ്കൗണ്ട്, നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാത്ത സൗജന്യങ്ങൾ, ഡിസ്കൗണ്ടിന്റെയും സൗജന്യങ്ങളുടെയും പുറകെ പോകരുത്. ഡിസ്കൗണ്ടുകളും സൗജന്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നെഗറ്റീവ് മണി മൈൻഡ് സെറ്റാണ് നമുക്കുള്ളതാണ്. അതായത് ഇതെനിക്ക് അതിന്റെ തക്കതായ മൂല്യം നൽകിക്കൊണ്ട് വാങ്ങാനുള്ള ഒരു ശേഷി എനിക്കില്ല എന്നുള്ള നമ്മളോട് തന്നെ ബോധിപ്പിക്കുന്ന കാര്യമാണ് ഡിസ്കൗണ്ടുകളുടെയും സൗജന്യങ്ങളുടെയും പുറകെ പോകാന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡിസ്കൗണ്ടുകളും സൗജന്യങ്ങളും തരുന്നത് സ്വീകരിക്കാം. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ 10 എണ്ണം വാങ്ങിയാൽ 1 എണ്ണം ഫ്രീ എന്ന് പറയുമ്പോൾ അത് ആ
കമ്പനി കൊടുക്കുന്ന ഒരു സൗജന്യമായിരിക്കാം, അത് ചെയ്യാം. പക്ഷെ അതല്ലാതെ ഇതിനു വേണ്ടി മാത്രമാകരുത്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ ആമസോണിലോ ഒരു ഓഫർ വരട്ടെ, ഞാൻ അതുവരെ വാങ്ങുന്നില്ല എന്ന് നോക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് പണം സ്വീകരിക്കാനോ നൽകാനോ ഉള്ള മൈൻഡ് സെറ്റ് ഇല്ലാത്ത ഒരു നെഗറ്റീവ് മണി മൈൻഡ് സെറ്റിലേക്ക് വരും. അപ്പൊ എപ്പോഴും ഒരു ഓണത്തിന്റെ ഒരു ഓഫർ വരട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ന്യൂ ഇയറിന്റെ ഒരു ഓഫർ വരട്ടെ, ഈ ഓഫറിനായിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റോ സർവീസോ വാങ്ങാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ്, മണി മൈൻഡ് സെറ്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ പോസിറ്റീവ് മണി മൈൻഡ് സെറ്റിനെ ഇല്ലാതാക്കുന്ന ഓഫറുകളും ഡിസ്കൗണ്ടുകളൊക്കെ ഒഴിവാക്കുക. കാരണം അത് നമ്മുടെ ഏണിംഗ് എബിലിറ്റിയെ തന്നെ സ്വാധീനിക്കുന്ന ഒരു ഘടകങ്ങളാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ പണം ആരുടെ ഒന്നും കുത്തകയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ ലോകത്തിലെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വ്യക്തിക്കും പണം സമ്പാദിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്, അവസ്ഥകളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മണി മേക്കിംഗ് സ്കില്ലും അതുപോലെ തന്നെ ഏതൊരു പ്രൊഫഷനിലാണോ നമ്മൾ നിലനിൽക്കുന്നത് ആ പ്രൊഫഷനിലെ സ്കിൽ, വൈദഗ്ധ്യം, മണി മൈൻഡ് സെറ്റും മണി മേക്കിംഗ് സ്കില്ലും വർദ്ധിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു സാധാരണക്കാരനും എത്ര വേണേലും പണം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ മണി മൈൻഡ് സെറ്റിനുള്ള ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കാം, ഇതുവരെ നമ്മൾ ആർജിച്ച പണത്തിനേക്കാൾ എത്രയോ മൂല്യമുള്ളതാണ് മണി മേക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത്. ഇതുവരെ ആർജിച്ച മണി മേക്കിങ്ങിനെ അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ സമ്പാദിച്ച സമ്പത്തിനെയൊക്കെ മറന്ന്, അതല്ലെങ്കിൽ അതിനെ നമ്മൾ ഒരു പരിധി വരെ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇനി അങ്ങോട്ട് മണി മേക്കിങ്ങിന് വേണ്ട സ്കിൽ ആർജിക്കാനായിട്ട് നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് കുറച്ച് സമയം കൂടെ ഉണ്ട്, ഒരു 10-15 മിനിറ്റും കൂടെ നമുക്ക് അടുത്തൊരു ടോപ്പിക് കൂടെ കഴിഞ്ഞിട്ട് പോകാം. അപ്പോൾ വലിയ ഗോളുകൾ നോക്കുമ്പോൾ, ഫിനാൻഷ്യൽ ഗോളുകൾ വലുതാണ് നിങ്ങൾക്കെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ഫൗണ്ടേഷൻ ഒരുക്കലാണ്. നമുക്കറിയാം, എത്ര വലിയ കെട്ടിടം ഉയർത്തിപ്പൊക്കാനും നമുക്ക് സാധിക്കും, എത്ര വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കാനും നമുക്ക് സാധിക്കും. അതിന്റെ ഫൗണ്ടേഷൻ അത്രമാത്രം ഉറപ്പുള്ളതായിരിക്കണം. ഇപ്പോൾ ബുർജ് ഖലീഫ കെട്ടിപ്പൊക്കിയത് ഏകദേശം അതിന്റെ വലിയൊരു ശതമാനം താഴത്തേക്ക് മണ്ണിറക്കിക്കൊണ്ട് ഫൗണ്ടേഷൻ ഇറക്കിക്കൊണ്ടാണ്. ഏത് സ്വപ്നങ്ങളും ഏത് ആവശ്യങ്ങളും ഏത് ഡ്രീമുകളും ഏത് ഗോളുകളും നേടിയെടുക്കാൻ പറ്റും അതിന്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ. എത്രത്തോളം മുകളിലേക്കുള്ള സ്വപ്നങ്ങൾക്ക് നിങ്ങൾക്കുണ്ടോ അത്രത്തോളം ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ ഈ ഫൗണ്ടേഷൻ, ഫിനാൻഷ്യൽ ഗോളുകളെ സംബന്ധിച്ചോളം ഈ ഫൗണ്ടേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട കാര്യങ്ങളാണ് ഒരു 6-7 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഈ കാര്യങ്ങൾ നോക്കേണ്ടത്, ഒന്നാമത്തെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് മണി മേക്കിംഗ്, അതായത് മണി മേക്കിംഗ് സ്കില്ല് ഉള്ള ഒന്നിലധികം പ്രൊഫഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതായത് ഒരു വഴികളിലൂടെ മാത്രം പണം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്, ഒന്നിലധികം വഴികൾ നമ്മൾ കണ്ടെത്തണം. മണി മേക്കിങ്ങിനുള്ള ഒന്നിലധികം വഴികൾ നമ്മൾ കണ്ടെത്തണം, ഒന്നാമത്തെ. രണ്ടാമത്തെ, നേരത്തെ പറഞ്ഞ തന്നെ മണി മൈൻഡ് സെറ്റ് വേണം, നിർബന്ധമാണ്. മണി മൈൻഡ് സെറ്റ് ഇല്ലാതെ പണം ഒരാളിലേക്കും വരില്ല, നിൽക്കില്ല. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ഒരു 6 മാസത്തെ എമർജൻസി ഫണ്ട്, ഇതൊന്ന് ചിന്തിക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് മണി മേക്കിങ്ങിനായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇല്ലെങ്കിൽ ഈ മണി മേക്കിങ്ങിനായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കോൺഫിഡൻസും കുറവായിരിക്കും, സമയവും കുറവായിരിക്കും. ഈ കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ഉണ്ടെങ്കിൽ മണി മേക്കിങ്ങിനായിട്ട് പ്രവർത്തിക്കാൻ കോൺഫിഡൻസ് ഉണ്ടാവും, നമുക്ക് പരിശ്രമിക്കാൻ സമയം കിട്ടും, പരിശ്രമിക്കാനുള്ള മനസ്സുണ്ടാവും. ഈ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ, നമ്മളിൽ ഇല്ല എങ്കിൽ നമുക്ക് മണി മേക്കിങ്ങിനായിട്ട് കോൺഫിഡൻസ് ഉണ്ടാവില്ല, പ്രവർത്തിക്കാനുള്ള സമയം ഉണ്ടാവില്ല, അതിനുള്ള മൈൻഡും ഉണ്ടാവില്ല. അപ്പോൾ ഒന്നാമത്തത്, ഒന്നിലധികം മേഖലകളിലൂടെ മണി മേക്കിങ്ങിനുള്ള സോഴ്സ് കണ്ടെത്തണം. ഒന്നിലധികം, ഒന്ന് സ്റ്റോക്ക് മാർക്കറ്റായിട്ട് കണ്ടെത്താം, ഒന്ന് മറ്റേതെങ്കിലും രീതിയിൽ കണ്ടെത്താം, അങ്ങനെ പല രീതിയിൽ. അതിൽ വൈദഗ്ധ്യം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കിൽ ആർജിക്കണം. രണ്ടാമത്തത് മണി മൈൻഡ് സെറ്റ്, അത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. മണി മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നേടാനും നിലനിർത്താനും പറ്റും. മൂന്നാമത്തത്, നമുക്ക് എപ്പോഴും ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാവണം. എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസത്തേക്കെങ്കിലും, ഇപ്പോൾ നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന, അതിപ്പോ എംപ്ലോയീസ് ആകാം, അതല്ലെങ്കിൽ ഫാമിലി ആവാം, അതല്ലെങ്കിൽ സുഹൃത്തുക്കളാവാം, ആരും ആവാം, നമ്മൾ ആശ്രയിച്ച് കഴിയുന്നവരുടെയും സുഖകരമായ ജീവിതത്തിന് ഇപ്പൊ നടന്നു പോകുന്നില്ല വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷൻസ് ഇല്ലാത്ത സുഖകരമായ ജീവിതത്തിന് ഒരു മാസം എത്ര രൂപ നമുക്ക് എക്സ്പെൻസ് ഉണ്ടോ അല്ലെങ്കിൽ ആവശ്യമുണ്ടോ എല്ലാം കൂട്ടാം. അതായത് നമ്മളെ ആശ്രയിക്കുന്നവരെ, ഇപ്പൊ ബിസിനസ്സോ ഇതൊക്കെയാണ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ ആ ബിസിനസ് റൺ ചെയ്തു പോകാൻ ഒരു മാസം എത്ര രൂപ വേണം നമുക്കറിയാം. ഫാമിലി റൺ ചെയ്തു പോകാൻ, അതായത് ടെൻഷൻസ് ഇല്ലാതെ റൺ ചെയ്തു പോകാൻ എത്ര വേണം നമുക്കറിയാം. ഇത് ഇൻറ്റു 6 മാസം, ഇതാണ് എമർജൻസി ഫണ്ട്. ഇപ്പോ
ഒരു മാസത്തേക്ക് 1,00,000 രൂപയാണ് നമുക്ക് എക്സ്പെൻസ് ഉള്ളതെങ്കിൽ ഇത് ടെൻഷൻസ് ഇല്ലാതെ 1,00,000 രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിലെയും വീട്ടിലെയും കാര്യങ്ങൾ, അല്ലെങ്കിൽ 2,00,000 രൂപ ഉണ്ടെങ്കിൽ ഓഫീസിലെയും വീട്ടിലെയും കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നടന്നു പോകും എന്നുണ്ടെങ്കിൽ 2 × 6 12,00,000 രൂപ അതാണ് എൻ്റെ എമർജൻസി ഫണ്ട്. കാരണം എന്നെ സംബന്ധിച്ചോളം നമ്മളെ സംബന്ധിച്ചോളം എന്ത് സാഹചര്യത്തിലൂടെ നമുക്ക് കടന്നു പോകണമെങ്കിൽ ഒരു 6 മാസത്തെ ബാക്കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ആയി. 1-2 മാസം നമുക്ക് ഇൻകം ഇല്ലെങ്കിൽ പോലും, നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ പോലും നമ്മളുടെ ചിന്താരീതിയെയോ മൈൻഡ് സെറ്റിനെയോ അത് ബാധിക്കില്ല. കാരണം എമർജൻസി ഫണ്ട് എന്ന് പറയുന്ന സാധനം അവിടെ സേഫ് ആയിട്ട് ഉള്ളത് കൊണ്ട് തന്നെ അത് പറ്റുമെങ്കിൽ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. 1 വർഷത്തേക്കോ 3 വർഷത്തേക്കുള്ള എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഏറ്റവും മിനിമം 6 മാസത്തേക്കുള്ള എമർജൻസി ഫണ്ട് നമ്മളുടെ കൈവശം ഉണ്ടെങ്കിൽ ഫിനാൻഷ്യൽ കോൺഫിഡൻസിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്, നമ്മളുടെ സമ്പത്തും പണവും ആസ്തിയെല്ലാം നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇനിയുള്ളത്. ഒന്നാമത്തത് ഏകദേശം ഒരു ടേം ഇൻഷുറൻസ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ചെറിയ തുക മുടക്കിക്കൊണ്ട് നമുക്കൊരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കണം. അത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 50 ലക്ഷത്തിന്റെ ടേം ഇൻഷുറൻസ് എങ്കിലും വേണം. 2 കോടിയോ 5 കോടിയോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലത്. ടേം ഇൻഷുറൻസ് എന്താണെന്ന് നമുക്കറിയാം. അത് മറ്റൊന്നും ചിന്തിക്കരുത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ജീവിതത്തിൽ ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു സാധനമാണ് എന്ന് നമ്മൾ മരിക്കുമെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. നമ്മൾ ഈ നിമിഷം ഇല്ലാതെയായാലും നമ്മളുടെ ഫാമിലിക്ക് അതിന്റെ സാമ്പത്തിക ബാധ്യത ഉണ്ടാവരുത്. നമ്മൾ ഈ നിമിഷം ഇല്ലാതെയായാലും നമ്മളുടെ ഫാമിലിക്ക് അതിനുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടാവരുത്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മളെ സംബന്ധിച്ചോളം ഒരു ടേം ഇൻഷുറൻസ് എടുക്കാം. മിനിമം 50 ലക്ഷം രൂപയുടെ കവറേജെങ്കിലും വേണം. മാക്സിമം ഒരു 2 മാക്സിമം ലിമിറ്റ് ഒന്നുമില്ല, എത്ര വേണേലും ആവാം. 1-2 കോടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അതോടൊപ്പം തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാവർക്കും അറിയാവുന്നതാണ്, മസ്റ്റാണ്. കാരണം ഒരു അസുഖമാണ് നമ്മളെ പലപ്പോഴും നശിപ്പിച്ച് കളയുന്നത്. സാമ്പത്തിനെ നശിപ്പിച്ച് കളയുന്നത്, നമ്മുടെ പണത്തിനെ സകലം നശിപ്പിച്ച് കളയുന്ന സാധനങ്ങളൊന്നാണ് ഹെൽത്ത് അഥവാ അസുഖം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റ് ആയിട്ട് എടുക്കുക. അതുപോലെ തന്നെ എപ്പോഴെടുക്കുമ്പോഴും ഒരു ടേം ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോഴും ഈ 2 കവറേജും കൂടെ കവർ ചെയ്തിട്ടുണ്ടോ നോക്കണം. ക്രിട്ടിക്കൽ ഇൽനെസ്സും ഡിസബിലിറ്റി ഇൽനെസ്സും. കാരണം പലർക്കും പറ്റുന്ന അബദ്ധങ്ങൾ ഞങ്ങൾ കണ്ടറിഞ്ഞിട്ടുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും, അത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാലത്തേക്കുള്ളൂ. ടേം ഇൻഷുറൻസ് എടുക്കും, നമ്മളുടെ ജീവഹാനി സംഭവിച്ചെങ്കിൽ അത് സംഭവിക്കൂ. ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ളൊരു ഘട്ടമുണ്ട്. ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ആക്സിഡന്റ് സംഭവിച്ചു ഇരിക്കട്ടെ, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. പക്ഷെ നമുക്ക് ഈ തുടർന്ന് അങ്ങോട്ട് ജോലിക്ക് പോകാനോ ബിസിനസ് ചെയ്യാനോ പറ്റാത്തൊരു സാഹചര്യം നമ്മുടെ ലൈഫിൽ വന്നാൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ക്രിട്ടിക്കൽ ഇൽനെസ്സും അതുപോലെ തന്നെ ഡിസബിലിറ്റി ഇൽനെസ്സും. എല്ലാ പോളിസികളുടെ കൂടെയും ഇത് ആഡ് ചെയ്തോട്ടാ. പ്രീമിയം കുറച്ച് കൂടുതലാകുമായിരിക്കും, പക്ഷേ ഇൻ കേസ് അത്തരം ഒരു സാഹചര്യം വന്നാൽ, ഞാൻ പലപ്പോഴും എന്നെ പറ്റി ചിന്തിച്ചപ്പോൾ ഒരു മൈൻഡിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വരുന്നവരെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ എനിക്ക് തുടർന്ന് വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ഡിസബിലിറ്റി വന്നു, അതല്ലെങ്കിൽ കൂടുതൽ അങ്ങ് വർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ക്രിട്ടിക്കൽ ഇൽനെസ് ആണ് എനിക്ക് വന്നതെങ്കിൽ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഫാമിലി അതിനോട്ടുള്ള ശേഷമുള്ള ജീവിതം എല്ലാം സ്റ്റക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെല്ലാം പ്രൊട്ടക്ട് ചെയ്യണം. അതായത് ഫിനാൻഷ്യലി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ടേം ഇൻഷുറൻസ്, ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ആൻഡ് ഡിസബിലിറ്റി ഇൽനെസ് കവറേജ്. പിന്നെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ മാത്രം റിട്ടയർമെന്റ് പ്ലാനും കൂടെ, അത് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ മാത്രമേ റിട്ടയർമെന്റ് പ്ലാനും കൂടെ ഉള്ളൂ. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഇല്ലാതെ ഇതിന്റെ മുകളിലേക്ക് കെട്ടിപ്പൊക്കാൻ നോക്കരുത്. ഇനി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് കണക്ട് ചെയ്ത് പോകാനുള്ളത് അത് നമുക്ക് നാളെ ആകാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിക്കുന്നു.